يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع واللكم نفسي الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم സർവാദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കളെ, മഹല്ല് ജമാഅത്ത് ഭാരവാഹികളെ, ഉറൂസ് കമ്മിറ്റി നേതാക്കളെ, വിശിഷ്ടാതിഥികളെ, ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അവറുകളുടെ ഉറൂസ് മുബാറക്കിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു ഈ ഉമ്മത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ ഷഅബാനിലാണ് നാം ഉള്ളത്.
ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ എല്ലാ ബഹുമാനങ്ങളും അവിടുത്തെ ഉമ്മത്തിനുമുള്ള ബഹുമാനമാണ്. ആ സ്ഥാനങ്ങളിൽ വളരെ വലിയ ബഹുമാനമാണ് പരിശുദ്ധമായ കഅബത്തുൽ മുശറഫയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനുള്ള സന്തോഷ വാർത്ത ലഭിച്ചത് ഈ പരിശുദ്ധമായ ശഅബാനിലായിരുന്നു. തങ്ങൾ മദീനയിലെത്തിയ ശേഷം 17 മാസക്കാലം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചിരുന്നത്. ബൈത്തുൽ മഖ്ദിസിനെ ഖിബലയാക്കുന്ന ആളുകളോട് ഐക്യപ്പെടാനും അവരെ ഇസ്ലാമിലേക്ക് ഇണക്കാനും വേണ്ടിയായിരുന്നില്ല അത്. മറിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശം അങ്ങനെയായിരുന്നു. ആ നിർദ്ദേശത്തിന്റെ പിന്നിലുള്ള വലിയ തത്വം ബൈത്തുൽ മഖ്ദിസ് ഖിബലയാക്കി നിസ്കരിച്ചിരുന്ന ഒരുപാട് അംബിയാ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരോടെല്ലാവരോടും അനുധാവനം ചെയ്യുക എന്ന രീതി സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈത്തുൽ മഖ്ദിസിലേക്ക് ഖിബലയാക്കി തിരിഞ്ഞ് നിസ്കരിക്കാൻ കൽപ്പിച്ചു. അങ്ങനെ 17 മാസക്കാലം മുസ്ലിങ്ങൾ നിസ്കരിച്ചത് ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ. ആ നിസ്കരിക്കുമ്പോഴൊക്കെ തങ്ങളുടെ മനസ്സിലുള്ള വല്ലാത്തൊരു മോഹം, സന്തോഷം, താൽപര്യം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള അവിടുത്തെ ഉപ്പാപ്പമാരും പ്രഗൽഭരായ നബിമാരും നിസ്കരിച്ച, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സ്ഥാപിച്ച അല്ലാഹുവിന്റെ ഭവനമായ പരിശുദ്ധമായ കഅബയിലേക്ക് തിരിയാനായി. അപ്പൊ അവിടുത്തെ മനസ്സിലുള്ള ആ ഒരു താല്പര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ താല്പര്യം അല്ലാഹു തആല നിറവേറ്റിത്തരുന്ന ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ ശഅബാൻ. ദീനിയായ നിലക്ക് ചിന്തിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ആളുകൾക്കുണ്ടാകും. അതിനേറ്റവും പ്രതീക്ഷിക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ പരിശുദ്ധമായ മാസം. കാരണം നമ്മുടെ നേതാവിന്റെ ഒരു താല്പര്യം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം, അത് ചെറിയൊരാഗ്രഹമല്ല. നിസ്കാരം കഴിഞ്ഞും നിസ്കാരത്തിന്റെ മുമ്പും ഒക്കെ തങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കും. എന്തെങ്കിലൊക്കെ നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നുണ്ടോ എന്ന ഒരു സന്തോഷ വാർത്ത ലഭിക്കാൻ വേണ്ടി മുകളിലേക്ക് നോക്കും. അവിടത്തേക്ക് എന്താണോ തൃപ്തിയാകുന്നത് അത് മുഴുവനും നൽകാമെന്നുള്ളത് അള്ളാഹുവിന്റെ വഅദാണ്, വാഗ്ദാനമാണ്. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. തങ്ങൾക്ക് തരേണ്ടത് മുഴുവനും അള്ളാഹു തരും. എത്ര തരും? തൃപ്തിയാകുന്ന അത്രയും തരും. തങ്ങൾക്ക് തൃപ്തിയാകുന്ന അത്രയും തരും. അത് ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിൽ അങ്ങനെ തന്നെയാണ്. ആ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, എങ്കിൽ എനിക്ക് തൃപ്തിയാകുന്ന അത്രയും അല്ലാഹുവേ നീ എനിക്ക് തരുമെങ്കിൽ ഇദൻ ലാ അർളാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എന്നെ വിശ്വസിച്ച ഒരു മെമ്പർ വൈകല്യങ്ങൾ കാരണം നരകത്തിലുണ്ടെങ്കിൽ അയാളും അവിടുന്ന് പുറത്തു വരാതെ എനിക്ക് തൃപ്തിയാകൂല. കാരുണ്യത്തിന്റെ കേദാരമായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കുടുംബത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, നാട്ടുകാരുടെ, വീട്ടുകാരുടെ, കുടുംബക്കാരുടെ, അയൽക്കാരുടെ വിഷയമല്ല. ലാ അർളാ വവാഹിദത്തും മിൻ ഉമ്മത്തി ഫിന്നാർ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പർ എന്നെ വിശ്വസിച്ചിരുന്നു, എന്തോ ചാബല്യങ്ങൾ, വൈകല്യങ്ങൾ കാരണം നരകത്തിൽ പ്രവേശിക്കപ്പെട്ടു.
ആ മെമ്പർ അതിൽ നിന്ന് പുറത്തു വന്ന് സ്വർഗത്തിലെത്താതെ എനിക്ക് തൃപ്തി വരൂല എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, നരകത്തിന്റെ 7 തട്ടുകളിൽ ഏറ്റവും മുകളിലെ തട്ട് കാലിയാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലഹാ സബഅതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. നരകത്തിന് 7 തട്ടുകളുണ്ട്. ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട വിഹിതം ആളുകളുണ്ട്. ഒന്നാമത്തെ തട്ട് കാലിയാകും. കാരണം ആ തട്ടിലിട്ട് അള്ളാഹു ശിക്ഷിക്കുന്നത് മുവഹിദുകളായ ദോഷികളെയാണ്. ശഫാഅത്ത് മുഖേന അള്ളാഹു അവർക്ക് രക്ഷ നൽകും. പക്ഷേ അത് എളുപ്പമാണെന്ന് ചിന്തിക്കരുത്. നരകത്തിന്റെ ഭീകരതയും ഭയാനകതയും ചെറിയ ഒരു രൂപത്തിൽ അറിയുന്ന ഒരൊറ്റ വ്യക്തിയും നരകത്തിലേക്കൊന്ന് പ്രവേശിക്കാനോ അതിന്റെ തീജ്വാലയുടെ ചൂടുകൊള്ളാനോ അതിന്റെ തീപ്പൊരി ശരീരത്തിലേൽക്കാനോ തൃപ്തിപ്പെടുകയില്ല. അത്രയും ഭയാനക ലോകമാണ്, ഭീകര ലോകമാണ് നരകം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാനും നിങ്ങളും ഒരു ജീവിതത്തിൽ ഓരോ ദിവസവും ഏറ്റവും അധികം കാവൽ ചോദിക്കുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്നാണ്. ഇപ്പൊ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുത്തം മാറാതെ ചൊല്ലിയില്ലേ, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. നാളെ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് കാലുമാറ്റുന്നതിന്റെ മുമ്പ് വീണ്ടും ചൊല്ലുന്നു, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. ആ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് വലത്തെ ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞ് കടന്നിട്ട് ഓരോ മുഅ്മിനും പറയണം, മുസ്ലിമായ ആണും പെണ്ണും പറയണം, 3 പ്രാവശ്യം ചൊല്ലണം. തഹജ്ജുദ് നിസ്കരിച്ചവനും അല്ലാത്തവരും ചൊല്ലണം, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാല വഇസ്റാഫീല വമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബിക മിനന്നാർ. ആരുടെ റബ്ബേനാ വിളിക്കുന്നത്? ജിബ്രീലിന്റെ റബ്ബായ അല്ലാഹുവേ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാമിന്റെ റബ്ബായ അല്ലാഹുവേ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ റബ്ബായ അല്ലാഹുവേ. ശ്രേഷ്ഠരായ മാലാകമാരെ എണ്ണീറ്റ് ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠ വ്യക്തിത്വത്തെ എണ്ണുന്നു. മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും റബ്ബായ അല്ലാഹുവേ. ഇവരൊക്കെ വിളിച്ച് ഇവർക്കൊക്കെ റബ്ബായ റബ്ബേ നീ എന്റെയും റബ്ബാണ്. ചോദിക്കുന്നത് അഊദു ബിക മിനന്നാർ, ഭയാനകമായ നരകത്തിൽ നിന്ന് കാക്കണേ. ചിന്തിക്കാൻ കഴിയില്ല ഈമാനുള്ള ഒരു മനുഷ്യന് നരകപ്രവേശനം. നരകത്തിലെത്തിയിട്ട് സ്വർഗത്തിലെത്താൻ പറ്റുമോ? മുസ്ലിമായ മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും കൂടുതൽ കാവൽ ചോദിക്കേണ്ട ഒരു സംഗതി അതാണ്. ഇരിക്കട്ടെ, ആ നരകത്തിൽ നിന്ന് എന്റെ മെമ്പർമാരിൽപ്പെട്ട ഒരാള് ബാക്കിയുണ്ടായിരിക്കെ എനിക്ക് തൃപ്തി വരൂല. ആഖിറത്തിൽ എനിക്ക് പൂർണ്ണ തൃപ്തി വരണോ? എന്നെ വിശ്വസിച്ച് നിന്നെ വിശ്വസിച്ച് വൈകല്യങ്ങളെ കൊണ്ട് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകളില്ലേ, അവര് മുഅ്മിനീങ്ങളാണ്, മുവഹിദീങ്ങളാണ്. പക്ഷേ ദോഷം പൊറുപ്പിക്കാനുള്ള അമലില്ല, റെക്കമെന്റ് നേരത്തെ ലഭിച്ചതുമില്ല. അള്ളാഹു ഏതെങ്കിലും ഒരു അമലിന്റെ പ്രകാശം കൊണ്ടങ്ങ് പാലം കടത്തിയതുമില്ല. നരകത്തിൽ ചാടുന്നതിന്റെ മുമ്പ് കൈപിടിച്ച് രക്ഷിക്കാനുള്ള റെക്കമെന്റുകാരും ഇല്ല. നരകത്തിലേക്ക് വിധേയപ്പെട്ടു പോയി ആ ചാബല്യങ്ങൾക്കുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങി അവരെല്ലാം അതിൽ നിന്ന് കരകയറിയിട്ട് സ്വർഗത്തിലെത്തും വരെ എനിക്ക് തൃപ്തിയാകൂല. ഓ ബാപ്പമാരെ, ഉമ്മമാരെ, 5 മക്കൾ ഒരു ബാപ്പക്കും ഉമ്മക്കും ഉണ്ടെങ്കിൽ 3 കുട്ടികളെ കല്യാണം കഴിഞ്ഞു. അവരൊക്കെ വേറെ വേറെ വീട് വെച്ച് താമസിച്ചു. പിന്നെ ആ വീട്ടിലേക്ക് ഏത് അതിഥി വന്നാലും, ഉസ്താദ് വന്നാലും, സയ്യിദ് വന്നാലും ബാപ്പ പറയും, ഉസ്താദെ ദ്വാരക്കണം, 4ാമത്തെ മോന്റെ കല്യാണമാണ്, അവനും ഒന്ന് വേറെ താമസിച്ചൊരു വീട് വെച്ച് കാണണം. 5ാമത്തെ കുട്ടിയെ പഠിക്കാൻ വിട്ടിട്ടുണ്ട്, ഇക്കൊല്ലം പരീക്ഷയാണ്, അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞ് അവർക്കും കല്യാണം കഴിഞ്ഞ് വീട് വെച്ചൊന്ന് കാണണം. എല്ലാവരും വീട് വെച്ച് കാണുമ്പോ ഒരു ഉപ്പാന മനസ്സിൽ വരുന്ന, ഉമ്മാന മനസ്സിൽ വരുന്ന ഒരു സന്തോഷമില്ലേ?
അത് ഭൗതിക ലോകത്തെ കേവലം സന്തോഷമാണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന, നമ്മൾ കാണുന്നതിന്റെ മുമ്പ് നമ്മിൽ നിന്ന് ഭൗതിക ലോകം വിട്ടുപിരിഞ്ഞ, ഇന്നും നമ്മളെ വീക്ഷിക്കുന്ന, ശരിയായി അറിയുന്ന ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തൃപ്തിയാകുന്നത് അവിടുത്തെ അഹ്ലു ബൈത്ത് മൊത്തം സ്വർഗത്തിലെത്തിയാൽ തൃപ്തിയാകൂല, അസ്ഹാബ് മുഴുവനും സ്വർഗത്തിലെത്തിയാൽ തൃപ്തിയാകൂല, അവിടുത്തെ താബിഉകൾ മുഴുവനും സ്വർഗത്തിലെത്തിയാൽ തൃപ്തിയാകൂല. ലാ അല്ലാഹ വവാഹിദത്തും മിൻ ഉമ്മത്തി ഫിന്നാർ. എന്റെ ഉമ്മത്തിൽപ്പെട്ടൊരു മെമ്പർ നരകത്തിലുണ്ടായിരിക്കെ എനിക്ക് തൃപ്തി വരൂല. ദുനിയാവിൽ അവിടുത്തെ തൃപ്തികളൊക്കെ അല്ലാഹു നടത്തി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധ്യമാക്കി കൊടുത്ത ആയത്തിറങ്ങുമ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട് പലപ്പോഴും, മാ അറാ റബ്ബക ഇല്ലാ യുസാരിഉ ഫീ ഹവാക്. എന്താ നബി, അല്ലാഹു തആലാനെ ഞാൻ കാണുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പെട്ടെന്ന് സാധിപ്പിച്ചിരുന്നു. അങ്ങനല്ലേ? ചിലരൊക്കെ പറയും, ആ ഉസ്താദ് എന്ത് പറഞ്ഞു കൊടുത്താലും ആ നാട്ടുകാർ വേഗം കൊടുക്കും, അല്ലെങ്കിൽ മൂപ്പർ എന്ത് പറഞ്ഞാലും മറ്റേ ആൾ അത് മൂളും. അത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യമൊന്നുമില്ല, അത്രയും ഇഷ്ടമാണ്, അത്രയും തൃപ്തിയാണ്. അവിടെ ഒരു ഹാജിക്ക് ഈ ഉസ്താദ് എന്ത് പറഞ്ഞാലും ഇനി 200 ലക്ഷം ചോദിച്ചു, നാളെ ലക്ഷം ചോദിച്ചാൽ വീണ്ടും കൊടുക്കും, മറ്റന്നാൾ ചോദിച്ചാൽ പിന്നെയും കൊടുക്കും. ഇവർ തമ്മിലുള്ള വലിയൊരു ബന്ധമാണ്. അതൊരു ദുന്യാവിലേക്കുള്ള മാത്രം ബന്ധമല്ല, ആഖിറത്തിലേക്കുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മാ അറാ റബ്ബക ഇല്ലാ യുസാരിഉ ഫി ഹവാക്. അള്ളാഹുവിനെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നില്ല, തങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് പെട്ടെന്ന് നടത്തി തരുന്നു. പെട്ടെന്ന് ആഗ്രഹിക്കുന്നതിൽ വൈകാതെ തന്നെ വേഗം അള്ളാഹു തആല നടത്തി തരുന്നു. തങ്ങളുടെ ഇഷ്ടം എന്താണോ, ഇച്ഛ എന്താണോ, താല്പര്യം എന്താണോ, അതാണ് അള്ളാഹു പരിഗണിക്കുന്നത്. അതാണ് ഈ വിശുദ്ധ ശഅബാനിലും നമ്മൾ കണ്ടത്, നമ്മൾ പഠിച്ചത്. പരിശുദ്ധമായ ശഅബാനിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. ശഅബാനിൽ അസ്ർ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി തങ്ങൾ ഒരുങ്ങുന്ന നേരത്ത് അല്ലാഹുവിന്റെ നിർദ്ദേശം വന്നു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. അവിടുത്തെ മുഖം മേലോട്ട് ഇങ്ങനെ മറിയുന്നത് നാം കാണുന്നു നബിയെ. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ. ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ മറിയുന്നുണ്ട്, കണ്ണിങ്ങനെ മറിഞ്ഞു നോക്കുന്നുണ്ട്. നമ്മളത് കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ, തങ്ങൾ തൃപ്തിപ്പെടുന്ന ഖിബില ഏതാണോ ആ ഖിബിലിലേക്ക് തങ്ങൾ തിരിക്കുക. ഞാൻ തൃപ്തിപ്പെടുന്ന ഖിബില എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തങ്ങൾക്ക് ആ ഖിബിലയാണോ തൃപ്തി, അത് തന്നെയാണ് എനിക്കും തൃപ്തി. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ, ഞാൻ തൃപ്തിപ്പെടുന്ന ഖിബിലയിലേക്ക് തങ്ങളെ നാം തിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, മറിച്ച് അവിടുന്ന് പറഞ്ഞത് തങ്ങൾ തൃപ്തിപ്പെടുന്ന ഖിബിലയിലേക്ക് നാം തങ്ങളെ തിരിക്കുന്നു. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ അർലാഹാ എന്നല്ല അല്ലാഹു പറഞ്ഞത്, തർലാഹാ, തങ്ങൾ തൃപ്തിപ്പെടുന്ന ഖിബില ഏതാണോ അങ്ങോട്ട് തിരിക്കുന്നു. ആ തൃപ്തി തന്നെയാണ് എന്റെയും തൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തി തന്നെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൃപ്തി, തങ്ങളെ തൃപ്തി തന്നെയാണ് അള്ളാഹുവിന്റെയും തൃപ്തി. അത് തമ്മിൽ മാറ്റമില്ല. റിളല്ലാഹി, അള്ളാഹുവിന്റെ തൃപ്തി എന്താണോ അത് തന്നെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തി എന്താണോ അത് തന്നെയാണ് അള്ളാഹുവിന്റെ തൃപ്തിയും. അതുകൊണ്ടാണ് തങ്ങളോട് തീരുമാനം ചോദിച്ചിട്ടല്ലേ പല വിഷയങ്ങളും അള്ളാഹു മാറ്റിവെച്ചത്. ആ ത്വായിഫുകാരെ ശിക്ഷിക്കണോ? വേണ്ട, ശിക്ഷിക്കണ്ട. മറ്റേ നാട്ടുകാരെ ശിക്ഷിക്കണോ? അവരെ ശിക്ഷിക്കണ്ട. നെറ്റിക്ക് കല്ലെറിഞ്ഞാളെ ശിക്ഷിക്കണോ? ശിക്ഷിക്കണ്ട. എന്താ തങ്ങളുടെ തൃപ്തി? അതന്നെയാണ് എന്റെ തൃപ്തി. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. വിശുദ്ധ ശഅബാനിൽ സന്തോഷം നൽകിയൊരു രംഗമാണ് ഖിബില മാറ്റം സംഭവിച്ചത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷം കിട്ടി. പരിശുദ്ധമായ ശഅബാനിൽ ഒരു ചൊവ്വാഴ്ച ദിവസം, ശഅബാൻ പകുതിക്ക്, നമ്മളിപ്പോ ശഅബാൻ പകുതിയിലേക്ക് എത്തുന്നു. ശഅബാൻ പകുതിക്കാണ് ഹിജ്റ 2-ാം വർഷത്തിൽ ഖിബിലയിലേക്ക് മാറി നിസ്കരിക്കാൻ വേണ്ടി, കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ വേണ്ടി ഉണർത്തിയത്. അത് ഈ വിശുദ്ധ ശഅബാനിലെ വല്ലാത്തൊരു അനുഗ്രഹമാണ്. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമാണ് ഹബീബ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന്റെ ശഫാഅത്തിന് വേണ്ടി അല്ലാഹുവിനെ തേടി. അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ എന്റെ ഉമ്മത്തിന് എനിക്ക് ശഫാഅത്തിന് അധികാരം തരണം. അപ്പോഴാണ് ഈ വിശുദ്ധ ശഅബാനിന്റെ 13-ാം രാവ്. അത് സഹോദരങ്ങളെ ഇന്നലെ കഴിഞ്ഞുപോയി. ആ 13-ാം രാവിൽ ഉമ്മത്തിലെ 1/3 വിഭാഗത്തിന് ശഫാഅത്തിന് പെർമിറ്റ് കൊടുത്തു. പിന്നെ പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ 1/3 വിഭാഗത്തിന് പോരാ, എനിക്ക് മൊത്തമായിട്ട് വേണം. അപ്പോഴാണ് 2-ാമത്തെ ദിവസം പകുതിയും കൂടി അള്ളാഹു ചേർത്ത് കൊടുത്തു, 2/3. പിന്നെ അള്ളാഹുവിനോട് ചോദിച്ചപ്പോ വിശുദ്ധ ശഅബാനിന്റെ 15-ാം രാവിൽ, നാളെയല്ലേ 15-ാം രാവ് വരുന്നത്, ബറാഅത്ത് രാവ്, 15-ാം രാവിൽ തമാമു ശഫാഅ, ഈ ഉമ്മത്തിൽ പൂർണ്ണ ശഫാഅത്തിനുള്ള അധികാരം നൽകപ്പെട്ടു. അള്ളാഹുവിന്റെ ശഫാഅത്തിൽ നമ്മളെ ചേർത്തി തരട്ടെ. മാതാപിതാക്കൾ, ഉസ്താദുമാര്, സ്നേഹജനങ്ങൾ, ദുആ കൊണ്ട് കടപ്പെട്ടവർ, നമുക്ക് ദുആ ചെയ്യുന്നവർ എല്ലാവരെയും അള്ളാഹു പെടുത്തി തരട്ടെ. തമാമു ശഫാഅ, ശഫാഅത്തിന്റെ പൂർണ്ണ അധികാരം നൽകപ്പെട്ട മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സ്നേഹിച്ച മാസമാണ് വിശുദ്ധ ശഅബാൻ. കാരണം എന്തേ? കൂടുതൽ നോമ്പ് നോൽക്കുന്ന സമയത്ത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല നബിയെ, കഴിഞ്ഞ മാസം റജബിലൊന്നും ഇത്ര നോമ്പില്ല, ശഅബാനിൽ എന്താണ് ഇത്രയും നോമ്പ്? ഇന്നലെയും നോമ്പാണ്, ഇന്നും നോമ്പാണ്, എന്താണ് ഇങ്ങനെ ഇടക്കിടക്ക് നോമ്പ് ഇങ്ങനെ കൂടുതലായി നോക്കുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, ആയിഷ, ഇന്നല്ലാഹ യക്തുബു ഫീഹി അലാ കുല്ലി നഫ്സിൻ മൈതത്തിൻ തിൽകസന, ഈ വർഷം മരണപ്പെടുന്ന ഓരോ ശരീരത്തെയും അല്ലാഹു തആല വിധി എഴുതുന്നുണ്ട്. ഇത്ര ശരീരം, ഇന്ന നാട്ടിൽ ഇത്ര ആളുകൾ ഈ വർഷം വിട പറയും. ഞാനും ആ കൂട്ടത്തിലുണ്ടോ? എന്നാൽ എന്റെ അവധിയെത്തുന്ന സമയത്ത് നോമ്പ് നോറ്റുകൊണ്ട് പിരിയാനാണ് എന്റെ ആഗ്രഹം. നോമ്പ് നോറ്റുകൊണ്ട് അങ്ങോട്ട് പോകാനാണ്, അള്ളാഹുവിന്റെ അടുത്തേക്ക് സമീപിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ നോമ്പ് നോൽക്കുന്നത്. മാത്രമല്ല മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനെ സംബന്ധിച്ച് ഒരു ഹദീസിൽ പഠിപ്പിച്ചപ്പോ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ലം അറക തസൂമു മിൻ ശഹരിൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. റമളാനിലാണ് പൂർണ്ണ നോമ്പ് നോൽക്കൽ, അത് കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പ് നോൽക്കുന്നത് കണ്ടത് ശഅബാനിലാണല്ലോ. എന്താണങ്ങനെ? തങ്ങളെ മറുപടി, ദാക ശഹറുൻ യഗ്ഫലുന്നാസു അൻഹു. നമ്മളെ പറ്റിയാകരുതാ പറഞ്ഞത്, അതൊരു മാസമാണ്, ജനങ്ങൾ അശ്രദ്ധയിലാകുന്നൊരു മാസം. അള്ളാഹു നല്ല ഉണർവ് തരട്ടെ. ആർക്കും ഉണർവ് വേണ്ടേ? അള്ളാഹു നല്ല ഉണർവ് തരട്ടെ. ഗഫലത്ത് മാറിക്കിട്ടണം. നമ്മുടെ കൽബിന്, നമ്മുടെ ശരീരത്തിന് ഏൽക്കുന്ന അമലുകൾക്ക് ഏൽക്കുന്ന ഒരു ബോധമില്ലാത്തൊരവസ്ഥ ഉണ്ടതാണ് അശ്രദ്ധ എന്ന് പറയുന്നത്. ഓരോന്നും അതിന്റെ ടൈമിൽ ചെയ്യാൻ മടി തോന്നുന്ന, അലംഭാവം തോന്നുന്ന, വേണ്ടാന്ന് വെക്കുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്ക് മാറ്റി തരട്ടെ. അത് മാറിയിട്ട് നല്ല ഉണർവ് വരണം നമ്മുടെ മനസ്സിൽ. ഓരോ ചെയ്യുന്ന കർമ്മങ്ങളോടും പൂർണ്ണമായ സന്തോഷവും റാഹത്തും ആനന്ദവും കിട്ടണം. ആരാധനകളൊക്കെ ആനന്ദമായി മാറണം. ആനന്ദമായി മാറുന്നത് ദുനിയാവിൽ നാം കാണുന്ന ഏതെങ്കിലും ചേഷ്ടകളും ഏതെങ്കിലും രൂപഭാവങ്ങളും ഏതെങ്കിലും മോഡലുകളും ആകരുത്. ആനന്ദമായി മാറേണ്ടത് ഇബാദത്തുകളാണ്, ആരാധനകളാണ്. അത് ആനന്ദമായി നമ്മുടെ കൽബിൽ രൂപപ്പെട്ട് പിടിച്ചോ ശരിക്ക്, എന്നാ നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ശഅബാൻ ഒരു മാസമാണ്. ജനങ്ങൾ പൊതുവെ അശ്രദ്ധമാകുന്ന മാസമാണ്. ബൈന റജബിൻ വ റമളാൻ. റജബ് വന്നപ്പോൾ ആളുകൾക്ക് നല്ല ഉത്സാഹമായിരുന്നു. ഇനി റമളാൻ വരുമ്പോഴും നല്ല ഉത്സാഹമാണ്. റജബിന്റെ റമളാനിന്റെ ഇടക്കൊരു മാസമുണ്ട് ശഅബാൻ, അത് ഗൗനിക്കാതെ പോകരുത്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം. നമ്മളെ കർമ്മങ്ങൾ അങ്ങോട്ട് ഉയർത്തിയെങ്കിലേ അല്ലാഹു തആലാക്ക് തിരിയൂ. അല്ല, ആരും കൊണ്ടുപോകാതെ അല്ലാഹു തആലാക്ക് അറിയും. മലക്കുകൾ പോയി വായിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. പക്ഷെ അതൊരു ബഹുമതിയാണ്. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്.
ആ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെട്ട ആളാണ് പ്രധാനമന്ത്രി എന്ന് കരുതിക്കോളൂ. എന്നാലും ആ വിഷയത്തെ സംബന്ധിച്ചൊരു ഫയല് അയാളെ മേശപ്പുറത്തെത്തും. എന്തിന്? ഒരു അംഗീകാരത്തിന്. ഒന്നുകൂടി വിഷയം ചർച്ച ചെയ്യാൻ A to Z അറിയുമെങ്കിലും ഒരു പക്ഷേ ഒരു അംഗീകാരത്തിനൊരു ഫയൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കും. വിഷയത്തിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ. ഇതുപോലെ റബ്ബ് തആല മലക്കുകളെ വെച്ചിട്ടുണ്ട്. ഒരൊറ്റ മലക്കും വേണ്ട. നമ്മളെ അമലറിയാൻ അള്ളാഹ് എന്തിനാണ് മലക്കുകള്? എഴുതുന്ന കാത്തിബീങ്ങളായ മലക്കുകൾ എന്തിന്? അല്ലാഹു തആലാക്ക് മലക്കുകൾ വേണോ ഓരോരുത്തരും ഡീറ്റെയിൽസ് അറിയാൻ? അതിന്റെ ആവശ്യമില്ല. മലക്കുകൾ ആവശ്യമില്ല. ഒരൊറ്റ മലക്കിന്റെ ആവശ്യമില്ലാതെയും മുഴുവൻ കർമ്മങ്ങളും അറിയുന്നവനാണ് റബ്ബ് തആല. രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. ഒരു നാട്ടിലെ ആളുകൾ അറിഞ്ഞതുകൊണ്ട് മറ്റേ നാട്ടിലെ ആളുകളെ മറക്കൂല. മറ്റേ നാട്ടിലെ ആളുകൾ അറിഞ്ഞുകൊണ്ട് അപ്പുറത്തുള്ള നാട്ടിലെ ആളുകളെ മറക്കൂല. എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമാ. ലോകത്രത്ര ചരാചരങ്ങളുണ്ട്. ആ ചരാചരങ്ങളെ മുഴുവനും A to Z അറിയുന്ന, മുഴുവനായും ഉള്ളും പുറവും രഹസ്യവും പരസ്യവും അവരെ ചലന നിശ്ചലനങ്ങൾ അറിയുന്നവനാണ് റബ്ബ് തആല. ആ റബ്ബ് തആലാന്റെ ഹദ്റത്തിലേക്ക് അമലുകൾ വെളിവാക്കപ്പെടുന്ന, ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ്. അമലി, എന്റെ അമല് അല്ലാഹുവിങ്കലേക്ക് വെളിവാക്കപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിട്ട് അവിടെ അമലിയെത്തുന്നതിനൊരു സ്വീകാര്യതയുണ്ടല്ലോ. അതിനാണ് കൂടുതൽ ഇങ്ങനെ നോമ്പ് നോൽക്കുന്നതെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു. തിങ്കളാഴ്ചയും അതുപോലൊരവസ്ഥയുണ്ട്, വ്യാഴാഴ്ചയും അതുപോലൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ആ 2 ദിവസത്തിനും നോമ്പ് സുന്നത്താക്കിയത്. മുഅ്മിനായ മനുഷ്യന്റെ കർമ്മങ്ങൾക്ക്, അവന്റെ പ്രവർത്തനങ്ങൾക്ക് ഒന്നുകൂടി പരിഗണന ലഭിക്കാൻ, മുന്തിയതായ പരിഗണനയും സ്വീകാര്യതയും അല്ലാഹുവിന്റെ അടുക്കൽ കിട്ടാൻ. അപ്പൊ അമൽ ഉയർത്തപ്പെടുന്ന മാസമാകുമ്പോ ഈ ശഅബാൻ മാസത്തിലും അമൽ കുറവാണോ? ശഅബാൻ മാസത്തിലും നമ്മൾ റജബ് പോലെയാണോ? ശഅബാൻ മാസത്തിലും ജുമാദുൽ ഉഖ്റയിലുള്ളത് പോലെയാണോ? അത് പറ്റൂല. ആ ശ്രദ്ധ നീങ്ങിക്കിട്ടേണ്ടതുണ്ട്. ഈ മാസത്തിൽ നിങ്ങൾ കണ്ടില്ലേ, 96 നോമ്പ് നോൽക്കുന്ന ഉമ്മമാരെ കാണാം. റജബ് 1 നോമ്പ് തുടങ്ങിയതാണ്. ഇനി ശഅബാനിലും നോമ്പാണ്, റമദാനിലും നോമ്പാണ്. ഇപ്പൊ 90 ആകും. ഒരു 6 നോമ്പ് നോൽക്കും. റമദാൻ കഴിഞ്ഞിട്ട് ശവ്വാൽ 6 നോമ്പ്, അതോടുകൂടി 96 ആകും. അല്ലാഹ് എത്ര ഭാഗ്യവതികളാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം സ്ഥലങ്ങളിലുണ്ട്. ആ ഉമ്മമാർക്കൊക്കെ ഒരു വല്ലാത്ത തൗഫീഖാണ്. നമ്മൾ ഈ മാസം, കഴിഞ്ഞ മാസം 1 നോറ്റാ വലിയ ഭാഗ്യം കൂട്ടിക്കോളും. ആണുങ്ങൾ, പെണ്ണുങ്ങളെ കഥല്ല. ഉമ്മമാരതിലൊക്കെ കുറച്ചുകൂടി മുൻതൂക്കം നിൽക്കുന്നവരാണ്. അപ്പൊ അവരെ അമല് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ തീർത്തും ഈ പറഞ്ഞ സംഗതിയിലാണ്. നോമ്പ് നോറ്റുകൊണ്ട് ആ അമലിന്റെ സ്വീകാര്യത വല്ലാത്തൊരു സ്വീകാര്യത. കാരണം അല്ലാഹു തആല നോമ്പുകാരന്റെ അമല് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുന്ന രൂപമാണ്. എന്റെ അടിമയുടെ അമല് എന്നിലേക്ക് ഉയരുമ്പോ ആ അടിമ നോമ്പ് നോറ്റിരിക്കുക. അതുകൊണ്ട് അവന്റെ ഒരൊറ്റ അമലും ഒരൊറ്റ കർമ്മങ്ങളും തള്ളപ്പെടാൻ പറ്റൂല. പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കണം എന്ന അർത്ഥത്തിൽ അല്ലാഹു തആല അതിനെ വരവേൽക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മാസം ഒരു നോമ്പെങ്കിലും നമ്മളെല്ലാവരും നോൽക്കുമല്ലോ, ബറാഅത്ത് നോമ്പ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അടുത്ത മാസം മുഴുവനായിട്ട് നോമ്പ് നോൽക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. അങ്ങനെ തുടങ്ങി സഹോദരങ്ങളെ, സ്വലാത്തിന്റെയും ഖുർആനിന്റെയും ഒക്കെ മാസമാണ് ശഅബാൻ മാസം. ചിലര് മനസ്സിലാക്കി സ്വലാത്തിന്റെ മാത്രം മാസമായതുകൊണ്ട് സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ മതിയെന്ന്. അല്ല, ഷഹ്റുസ് സ്വലാഹ്, ഇത് സ്വലാത്തിന്റെ മാസമാണെന്ന് പറഞ്ഞതുപോലെ ഷഹ്റുൽ ഖുർആ, ഖാരിഈങ്ങളുടെ മാസവുമാണ്. ഖുർആൻ ധാരാളം ഓതാൻ ആളുകൾ വിശുദ്ധ റമദാനിന്റെ മുന്നോടിയായി റമദാനിലേക്കുള്ള ഒരു ഒരുക്കം എന്ന നിലയ്ക്ക് ഈ മാസത്തിലും ധാരാളം ഖുർആൻ ഖത്മ് തീർത്ത മഹാന്മാരുണ്ട്. എന്തേന്ന് ചോദിക്കുമ്പോ ശഅബാനാണ്. അടുത്ത മാസം വരുന്നതോ, അടുത്ത മാസം വരുന്നത് റമദാനാണ്. വിശുദ്ധ റമദാനിൽ ഏറ്റവും അധികം ഓതുന്നതല്ലേ വിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ ഈ മാസത്തിലും ധാരാളം ഖുർആൻ ഓതേണ്ടതുണ്ട്. ചില മഹാന്മാരൊക്കെ ഈ മാസത്തിൽ ഒഴിവ് കിട്ടുന്ന എല്ലാ വേളകളും ഖുർആനോത്തിന് വേണ്ടി വിനിയോഗിച്ചവരുണ്ട്. ശഅബാൻ മാസം കടന്നു വന്നാൽ കട മുഴുവനും അടച്ചിട്ട് ഖുർആനോത്തിന് വേണ്ടി സമയം ചെലവഴിച്ച മഹാനാണ് അംർ ഇബ്നു ഖൈസിനിൽ മലായി റളിയല്ലാഹു അൻഹു. അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ശഅബാൻ മാസമായാൽ
ഓത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഒരു മാസമാണ്. കാരണം ശഅബാൻ മാസത്തിൽ ഖുർആനോത്തിന് പ്രത്യേകതയുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് ഹസൻ ഇബ്നു സഹ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ശഅബാൻ മാസമാണ് റബ്ബേ, ഈ ശഅബാൻ മാസം 2 മാസങ്ങൾക്കിടയിൽ നീ ഒരു വലിയ മഹത്വമുള്ള മാസമാക്കി തന്നു. അപ്പുറത്ത് റജബ്, ഇപ്പുറത്ത് റമദാൻ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹു തആല മറുപടി കൊടുക്കുന്നത്, ജഅൽതു ഫീക ഖിറാഅത്തുൽ ഖുർആൻ, നിങ്ങൾ ഈ മാസത്തിൽ ധാരാളം ഖുർആൻ ഓതിക്കോളൂ. അപ്പൊ ഒരുപാട് അനുഗ്രഹങ്ങൾ, പ്രത്യേകതകളുള്ള മാസമാണ് വിശുദ്ധ ശഅബാൻ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അതിലേക്ക് സംസാരത്തിനൊരുങ്ങുന്നു. മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. ഒരു വാക്കുകൊണ്ടും നമ്മുടെ ജീവിതകാലത്ത് അവരെ സങ്കടപ്പെടുത്തരുത്. സങ്കടപ്പെടുത്തിയാൽ നമുക്ക് വരുന്ന നഷ്ടം ചില്ലറ നഷ്ടമല്ല. ഏറ്റവും വലിയ നഷ്ടം നമുക്ക് സംഭവിക്കുന്നത് ഈ ഭൗതിക ലോകത്തല്ല. ഇവിടെ ചില നഷ്ടങ്ങളൊക്കെയുണ്ട്. പാരത്രിക ലോകത്ത് ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹിക്കാത്തവർ ഏതെങ്കിലും മുസ്ലിങ്ങളുണ്ടോ? മുഅ്മിനീങ്ങളുണ്ടോ? സഹോദരങ്ങളെ, തങ്ങളെ കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇവിടെ ഒരു പക്ഷേ സാധ്യമായില്ലെങ്കിൽ ആഖിറത്തിൽ കാണണം. ഇവിടെ അവിടുത്തെ സിയാറത്ത് കൊണ്ട് അതിനു വേണ്ടി കൂടുതൽ അടുക്കാറുണ്ട്. സ്വലാത്ത് ചൊല്ലിയിട്ടും സുന്നത്തുകൾ ദായിമാക്കിയിട്ടും മനസ്സിന്റെ അകത്തളങ്ങളിൽ അവിടുത്തെ വല്ലാതെ പ്രിയം വെച്ചും തങ്ങളെ കാണണമെന്ന് ആശിച്ച് ധാരാളം ദുആ ചെയ്യാറുണ്ട്, സ്വതക്കകൾ നൽകാറുണ്ട്, സംഭാവനകൾ നൽകാറുണ്ട്, നേർച്ചകൾ നൽകാറുണ്ട്. പക്ഷേ ആഖിറത്തിലെത്തുമ്പോ 3 വിഭാഗം ആളുകൾ എന്നെ കാണൂല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് അത്താരികു ലിസുന്നതി, എന്റെ സുന്നത്ത് ഒഴിവാക്കുന്നവൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ജമാഅത്ത് കഴിഞ്ഞാൽ ശേഷം സുന്നത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ മെമ്പർമാർ കുറവാ. നമുക്കത് വേണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് വേണ്ട, നമുക്ക് ഫർള് മാത്രം മതി അല്ലേ? മാഖബലും മാബാദുള്ള സുന്നത്തൊന്നും വേണ്ട. അതിനൊക്കെ സമയം 60 ആണ്ടേ, എനിക്ക് 70 ഇത്രയാണ്ടത്, അങ്ങനെ കണക്കൂട്ടി നിൽക്കുക. എന്താ 60 70 25 30 തന്നെ ഓരോന്ന് ഒഴിവായി പോകുന്നത്. എങ്ങോട്ടാ കണക്കൂട്ടി നിൽക്കുന്നത്? സുന്നത്ത് ഉപേക്ഷിക്കുന്നവൻ. ഇപ്പൊ നിങ്ങൾ ഈ വാത് കഴിഞ്ഞു പോയി, കൂട്ടിൽ കെട്ടിയിട്ട ആലയിൽ കെട്ടിയിട്ട പശുവിനെ പോലെ, അല്ലെങ്കിൽ അപ്പുറത്തുള്ള കോഴികളെ പോലെ പ്രത്യേകിച്ച് ആചാരാനുഷ്ഠാനങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് മറിഞ്ഞേക്കരുത്. ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് വിരിപ്പിലേക്ക് അങ്ങ് കയറിയേക്കരുത്. അതിനു മുമ്പ് എമ്പാടും സുന്നത്തുകളുണ്ട്. ആരെ സുന്നത്താണ്? സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എമ്പാടും സുന്നത്തുകളുണ്ട്. ഇത് നിർവഹിക്കാൻ ഇനി എന്നാണ് സമയം കാത്തു കഴിയുന്നത്? ഉളു എടുക്കാതെ, മിസ്വാക്കോടുകൂടെയുള്ള ഉളു എടുക്കാതെ ഒരൊറ്റ ദിവസവും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഉറങ്ങുന്നത് പതിവല്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നമ്മൾ അവിടെ സുന്നത്തിനോടുള്ള താല്പര്യക്കുറവ് കൊണ്ട് ന്യായങ്ങളുമായി വരികയാണ്. ചോദിക്കുന്നു, ഉസ്താദെ ഉറങ്ങിയാലാ ഉളു മുറിഞ്ഞില്ലേ, എന്തിനാണ് ഉളു എടുക്കാൻ കഴിയില്ല? പിന്നെ ആദ്യം പറഞ്ഞാൽ പോലും ന്യായം പറയാൻ നിൽക്കണം. ചിലര് ചോദിക്കുന്നു, ഉസ്താദെ അപ്പുറത്ത് ഭാര്യന്റെ അടുത്തല്ലേ കിടക്കുന്ന, ഒന്ന് തൊട്ടാൽ ഉളു പോയില്ലേ? അതേപോലെ ഒരു ഭാര്യന്റെ അടുത്തന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്ന്? ആയിഷ ബീവിന്റെ അടുത്തന്നല്ലേ? മറ്റു ഭാര്യമാരെ തന്നെയല്ലേ? എന്നിട്ട് തങ്ങൾ ഉളു എടുക്കാതിരുന്നോ? ഉളു എടുത്ത് നീ കിടക്കുന്നതും ഉളു എടുക്കാതെ കിടക്കുന്നതും നിന്റെ ജീവിതത്തിന്റെ അന്ത്യം അല്ലാഹു കണക്കാക്കിയത് ഉറക്കത്തിലാണെങ്കിൽ മാറ്റമുണ്ട്. ഈമാനിന് മാറ്റമുണ്ട്, കലിമക്ക് മാറ്റമുണ്ട്, പരിശുദ്ധിക്ക് മാറ്റമുണ്ട്, മലക്കുകളെ സാമീപ്യത്തിന് മാറ്റമുണ്ട്. അത്താരികു ലിസുന്നതി, എന്റെ സുന്നത്ത് കയ്യൊഴിക്കുന്നവൻ എന്നെ കാണൂല. സ്വദഖ റസൂലുള്ളാഹി. പിന്നെ ജീവിതം എന്തിനാ സഹോദരങ്ങളെ? ഈ ചുരുങ്ങിയ കാല ജീവിതം എന്തിനാ? ഈ കഷ്ടപ്പാടിലും ഈ വേദനയിലും സന്തോഷത്തിലൊക്കെ ആയിട്ടുള്ള ഈ ജീവിതം എന്തിനാ? ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം അവിടുത്തെ സുന്നത്തിന്റെ പ്രകാശമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒറ്റ സുന്നത്തും വിടണ്ട. കഴിയുന്നതൊക്കെ എടുത്തോളും, കഴിവിന്റെ പരമാവധി എടുത്തോളൂ, റാഹത്താകാൻ വേണ്ടി എടുത്തോളൂ. ഉമ്മമാരെ, എല്ലാ ദിവസവും 1000 റക്അത്ത് നിസ്കരിച്ചിരുന്ന മഹദി റാബിയത്തുൽ അദവിയ്യ
റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ ഈ 1000 നിസ്കരിക്കുന്നത് സ്വർഗത്തിൽ കടക്കാനല്ല, നരകത്തിൽ നിന്ന് മോചനം കിട്ടാനുമല്ല. പിന്നെന്തിനാണെന്നറിയോ 1000 റക്അത്ത് നിസ്കരിക്കുന്നത്? നാളെ അംബിയാഇന്റെ മുന്നിൽ വെച്ച്, ഔലിയാഇന്റെ, ശുഹദാഇന്റെ, സ്വാലിഹീങ്ങളെ മഹാന്മാരുടെ സവിധത്തിൽ വെച്ച് എന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്റെ ഉമ്മത്തിൽ ഓരോ ദിവസവും 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്ന മഹദിമാരുണ്ട് എന്നൊന്ന് പറയുമ്പോ സന്തോഷത്തോടെ മുന്നിലേക്ക് ചെല്ലാനാണ്. പുന്നാര നബി തങ്ങൾക്കൊരു സന്തോഷം കൊടുക്കാൻ ആഖിറത്തിൽ അമ്പിയാക്കൾക്കിടയിൽ വെച്ച് എന്റെ ഉമ്മത്തിൽ ഓരോ രാത്രിയിലും 1000 റക്അത്ത് നിസ്കരിച്ചിരുന്ന ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട് എന്ന് തങ്ങൾ പറയുമ്പോ മുന്നോട്ടൊന്ന് നിൽക്കുമ്പോ അവിടത്തേക്കൊരു സന്തോഷം കിട്ടൂലേ? വല്ലാത്ത സന്തോഷം കിട്ടൂലേ? അതിനു വേണ്ടിയാണ് ഞാൻ ഈ നിസ്കരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുന്നു. സുന്നത്തുകൾ കൈവയ്ക്കരുത്. മഹാന്മാരെ അല്ലാഹു തആല പരിഗണിച്ചൊരു വിധാനം തന്നെ സുന്നത്തുകളാണ്. ഒരു സുന്നത്ത് കിട്ടാത്തതിന്റെ പേരിൽ, ഒരു സുന്നത്ത് ഒഴിഞ്ഞു പോയതിന്റെ പേരിൽ വന്ന സങ്കടത്തിന്റെ കഥ സഹോദരങ്ങളെ സഹിക്കാൻ പറ്റുന്നതല്ല അവർക്ക്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു വലിയ മഹാനുഭാവനാണ്. എത്രയോ പ്രാവശ്യം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനം സാധ്യമായ മഹാനാണ്. ആ മഹാനുഭാവൻ ജമാഅത്തിന് വേണ്ടി പള്ളിന്റെ അകത്ത് എല്ലാവരും കാത്തു നിൽക്കുന്നു. പക്ഷെ ഇമാമിനെ കാണാനില്ല. ഇമാം എവിടെ നോക്കുമ്പോ പുറത്തുണ്ട്. ഇമാം അങ്ങനെ പരിഭ്രമിച്ചു നിൽക്കുന്നു. എന്താ ഉസ്താദെ വരാത്തത്? എല്ലാവരും ടൈമായി കാത്തു നിൽക്കുന്നു ജമാഅത്തിന്. അപ്പൊ ശിബിലി ഇമാം തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ മിസ്വാക്ക് തരയുകയാണ്. സാധാരണ കൂടെ കൊണ്ട് നടക്കുന്ന മിസ്വാക്ക് കാണുന്നില്ല. മിസ്വാക്കില്ലാതെ ഇതുവരെ ഞാൻ ഉളു എടുത്തിട്ടില്ല. ഈ ഒരു ഉളു മിസ്വാക്കില്ലാതെ എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. കീശയിൽ നിന്ന് അല്പം ദിർഹം എടുത്തു കൊടുക്കുന്നൊരു മിസ്വാക്ക് വാങ്ങിക്കൊണ്ടുവരാൻ. അപ്പോഴാണ് ഒരാളെ ചോദ്യം, ഉസ്താദേ ആ മിസ്വാക്ക് വീട്ടിൽ വെച്ച് മറന്നതാണെങ്കിൽ മിസ്വാക്കിന്റെ എണ്ണം കൂടിയില്ലേ? ശിബിലി ഇമാം തങ്ങളെ മറുപടി, ഒരു മിസ്വാക്കിന്റെ സുന്നത്തിന്റെ വലുപ്പമുണ്ടോ ഈ ദുനിയാവിന്? അള്ളാഹു എന്റെ കയ്യിൽ തന്ന ദുനിയാവ്, അത് ദിർഹം ചെലവാക്കിയതിനല്ലേ നിനക്ക് വിഷമം തോന്നിയത്? ഈ ദുനിയാവ് മൊത്തം കൂടിയാൽ ഒരു സുന്നത്തിന്റെ വിലയാകുമോ? എന്തിനാണ് അള്ളാഹു എന്റെ കയ്യിൽ ഈ ദുനിയാവ് തന്നത്? അവിടുത്തെ സുന്നത്ത് പരിരക്ഷിക്കാനാണ്, അതിന് സൗന്ദര്യം കൊടുക്കാനാണ്, വാജിബാത്തുകൾ കൃത്യമായി ചെയ്യാനാണ്. അഹങ്കരിക്കാനല്ല, അലങ്കരിക്കാനല്ല, ചമയാനല്ല, പ്രൗഢി കാണിക്കാനല്ല, ആഢ്യത്വത്തിന്റെ മഹത്വം പറയാനല്ല. അല്ലാഹു ദുനിയാവ് തന്നത് അവൻ വെച്ച വാജിബാത്തുകൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ കൃത്യമായി നിർവഹിക്കാനുള്ള സൗകര്യത്തിനാണ്. അപ്പൊ സുന്നത്ത് ഒഴിവാക്കരുത്. കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ ദായിമാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സുന്നത്തിൽ വേറിട്ട സുന്നത്തുകളുടെ പ്രകാശം കൊണ്ട്, വേറിട്ടുള്ള സുന്നത്തുകളുടെ സന്തോഷം കൊണ്ട് സ്വർഗത്തിൽ ചില വ്യക്തിത്വങ്ങളെ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? പാവപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞല്ല, ബിലാലേ ഞാൻ ഇങ്ങനെ സ്വർഗം കണ്ടിങ്ങനെ നടക്കുമ്പോ ഇന്നി സമീഅതു ഖശ്ഫതൻ അലൈക ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലൂടെ ബുട്ടണിഞ്ഞ് നടക്കുന്നതിന്റെ ശബ്ദം ഞാൻ കേട്ടല്ലോ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നു, ഇത്രമാത്രം വലിയ അമല് നിങ്ങൾ എന്താ ചെയ്തത്? ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, എപ്പോൾ ഞാൻ ശുചീകരണം നടത്തുന്നോ, എപ്പോൾ ഞാൻ വുളു എടുക്കുന്നോ, ഇല്ലാ വഖദ് സ്വല്ലൈതു ബഅദഹു, വുളുഇന്റെ 2 റക്അത്ത് നിസ്കരിച്ചിട്ടല്ലാതെ ഒരു വുളുവും എനിക്ക് പതിവില്ല. അതൊരു സുന്നത്താണ്. അവരങ്ങനെ പതിവാക്കിയതിന്റെ പ്രകാശമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തതെങ്കിൽ, ഓ സഹോദരങ്ങളെ, സുന്നത്തുകൾ ജീവിതത്തിൽ പ്രകാശിപ്പിക്കണം. പേരിൽ മാത്രം നമ്മൾ സുന്നിയായാൽ പോരാ. നമ്മള് സുന്നിയ, എന്ത് സുന്നത്താങ്ങളുള്ളത്? നിങ്ങളല്ലേ ഇപ്പൊ നിസ്കാരം കഴിഞ്ഞ് വരുന്നാണ്ട് ഒരൊറ്റ ദിക്റും ചൊല്ലാതെ എണീറ്റ് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന പോക്കിൽ നിങ്ങൾ ചൊല്ലുന്നുണ്ടോ? അതും ചൊല്ലുന്നില്ല. പിന്നെ എന്ത് സുന്നിയങ്ങള്?
നിങ്ങളല്ലേ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടത്? ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൈ കഴിക്കുന്നത് കണ്ടില്ലല്ലോ. ആ ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾ പ്ലേറ്റിൽ നിന്ന് തെറിച്ചു വീണ് എടുത്ത് അത് ഭക്ഷിക്കുന്നത് കണ്ടില്ല. ഇതൊക്കെ സുന്നത്തല്ലേ? പിന്നെ എന്ത് സുന്നി ഞങ്ങളെ പറ്റി പറയേണ്ടത്? കടലാസിലുണ്ടെന്നോ പേപ്പറിലുണ്ടെന്നോ? അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? കടലാസ് സുന്നിയല്ല. നമ്മുടെ ആദർശത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, സ്വഭാവത്തിൽ സുന്നത്ത് നിയലിക്കണം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. എല്ലാ രംഗങ്ങളിലും വേണം അത്. രാവിലെ തന്നെ ഒറ്റ സുന്നത്തിനെയും പുച്ഛത്തോടെ കാണരുത്. എല്ലാ സുന്നത്തുകളെയും അതിന്റെ മഹത്വത്തോടെ ആദരവോടെ കാണണം. ഞാൻ ആ ഹദീസ് പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞതാണ്, അത്താരിക്കുലി സുന്നത്തി, എന്റെ സുന്നത്ത് ഒഴിവാക്കുന്നവൻ എന്നെ കാണൂലാന്ന് ഹബീബ് റസൂലുള്ളാഹി. മക്കത്തും മദീനത്തൊക്കെ പോകുമ്പോഴന്ന് കുറെ ആൾക്കാർ ആ 4 ലക്ഷം മുമ്പത്തെ കണക്ക്, ഇപ്പൊ ലക്ഷം കൂടിയിട്ടുണ്ടാവും, 5 ലക്ഷം 6 ലക്ഷം ഒക്കെ മുടക്കിയിട്ട് ഹജ്ജിനൊക്കെ പോകും. പക്ഷെ എത്ര ഏത് നാട്, ഏത് മല, ഏത് കുന്നിറങ്ങിയാലും അവരെ മനസ്സിലൊക്കെ ഒരു ദുഷ്കരമായ അവസ്ഥ ആലോചിക്കുമ്പോൾ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരു സുന്നത്തായ അമലാണ്. മുത്തുനബി തങ്ങളോടൊന്ന് സലാം പറയാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം പറയാൻ മനസ്സിനൊരു മടുപ്പ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ. മദീനത്തെ പള്ളിയിൽ അവർ ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് കഴിയുന്ന ലോകത്തിന്റെ നേതാവിനോട് ഒരു ഫാത്തിഹൊന്നും ഓതണ്ട, യാസീനൊന്നും ഓതണ്ട, ഒരു സലാം, സിയാറത്തിന്റെ രൂപല്ലേ സലാം പറയാന്നുള്ളത്. ഇപ്പൊ ഇതിലെങ്ങനെ പോകുന്ന ഒരാള് ഈ കിടക്കുന്ന വലിയുല്ലാഹിക്ക് ഒരു സലാം പറഞ്ഞാൽ സിയാറത്ത് രേഖപ്പെടുത്തി. ഒന്നങ്ങോട്ട് നോക്കി ബഹുമാനത്തോടെ ഒരു അസ്സലാമു അലൈക്കും. നിങ്ങൾ കണ്ടില്ലേ ഈ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ, ഡ്രൈവർമാര് വരെ കാണാം, ചിലരൊക്കെ മക്കാമിന്റെ ഒക്കെ അടുത്തെത്തുമ്പോ അവരെ ബഹുമാന, മക്കാമിന്റെ അടുത്തെത്തുമ്പോ ഒന്നിങ്ങനെ അവിടെ ഒന്ന് ബ്രേക്ക് ഇട്ടിട്ട് ഒന്നിങ്ങനെ കൈ ഇങ്ങനെ പതുക്കെ പൊക്കിയിട്ട് ഒരു സലാം പറഞ്ഞിട്ട് അവരങ്ങ് പോകും. ഇറങ്ങാൻ നേരമില്ല, കാരണം ഈ ലോഡ് അവിടെ എത്തണ്ടേ, സമയം അല്ലേ തന്നെ വൈകിട്ട് ബ്ലോക്ക് മറ്റേറ്റ്. എന്നാൽ അവരെ മനസ്സ് സമ്മതിക്കൂല ഒന്ന് സലാം പറയാതെ പോകാൻ. ഒന്ന് സലാം പറയുന്ന അതൊരു ബഹുമാനമാണ്. അവരാ കാണിക്കുന്ന ബഹുമാനം വല്ലാത്തൊരു ബഹുമാനമാണ്. അതിനി മുസ്ലിങ്ങളല്ല, അല്ലാത്തവരാണ് നോക്കി ഒന്ന് അവിടെ പതുക്കെ നിർത്തിയിട്ട് അവിടെ ഏതെങ്കിലും നേർച്ചപ്പെട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു ചെറിയ തുകയാണെങ്കിൽ ഒന്ന് കൊടുത്ത് അവിടെ ബഹളുണ്ടാക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക ഒന്നുമില്ല, ഒരു ബഹുമാനത്തോടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ചാരത്ത് തിന്നിട്ട് അപ്പുറത്ത് നിസ്കരിച്ചിട്ട് ജമാഅത്തിന് സംബന്ധിച്ചിട്ട് ബദറും ഉഹദും ഖന്ദഖും ഖൈബറും ഒക്കെ കണ്ടിട്ട് പുന്നാരപ്പൂവിന്റെ മുൻമുഖത്തോട് മുഖം നോക്കി ഒരു സലാം പറയാതെ തിരിച്ചു പോകുന്നവൻ എത്ര ഹതഭാഗ്യനാണ്. മദീനയിൽ വന്നിട്ട് മൻ ഹജ്ജ ഫലം യസുർനി, ഹജ്ജിന് വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ പോകുന്നവൻ ഫഖദ് ജഫാനി, അവരെന്നോട് പിണങ്ങിയവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? ഹജ്ജിന് അങ്ങനെ ഒരു അമലുണ്ടോ? ഉണ്ട്. മക്കത്ത് താമസമാക്കിയിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഹജ്ജ് കഴിഞ്ഞാൽ മദീനയിൽ വരാറുണ്ട്, സിയാറത്ത് ചെയ്ത് തിരിച്ചു പോകാറുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ മദീന സിയാറത്ത് ചർച്ച ചെയ്യുന്നത് ഹജ്ജിന്റെ ബാബിലാണ്. ഏത് ബാബിലല്ല, സ്വലാത്ത് മയ്യിത്ത് നിസ്കാരത്തിന്റെ ബാബിലല്ല. മദീന സിയാറത്ത് ചർച്ച ചെയ്യുന്നത് ഹജ്ജിന്റെ ബാബിലാണ്. കാരണം അതിന് വലിയൊരു ബഹുമാനമുണ്ട്. ആ പരിശുദ്ധമായ മദീനയിൽ ചെന്ന് അവിടത്തോടൊരു സലാം പറയാതെ, ഒരു സുന്നത്തെടുക്കാതെ തിരിച്ചു പോരുന്നവന്റെ മനസ്സിലെ കട്ടി അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബാക്കി എല്ലാ പള്ളിയിലേക്കും പോകാം, ഏത് മാളിലേക്കും ഏത് ഹാളിലേക്കും പോകാം. ഒന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സിയാറത്തിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. മദീനത്ത് വന്നിട്ട് സിയാറത്ത് പോകാതെ, സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോകുന്നവൻ എന്നോട് പിണങ്ങി എന്ന് പറഞ്ഞാൽ പിണങ്ങിയാ പിന്നെ നോക്കൂ, പിന്നെ അവന് മുഖം കൊടുക്കോ? ആഖിറത്തിൽ അവനൊന്ന് മുഖം കൊടുക്കോ? ടച്ച് ഉണ്ടാകോ? നമ്മൾ അങ്ങനെ ആകരുത്. സുന്നത്തിന്റെ പ്രകാശങ്ങളെ കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഖിറത്തിൽ വരവേൽക്കാനും കാണാനുമുള്ള സൗഭാഗ്യം വേണം. നമ്മുടെ ജീവിതത്തിൽ ആ സുന്നത്ത് നിയലിക്കണം. സ്വഭാവത്തിൽ വേണം, സംസ്കാരത്തിൽ വേണം, വേഷത്തിൽ വേണം, ശരീരത്തിൽ വേണം, എല്ലാ അവസ്ഥകളിലും വേണം. ഫീ ഹാലിഹി വഫആലിഹി വമഖാലിഹി ഫതതബ്ബഅന്ന വതാബിഅൻ ലാ തഅദിലാ.
അള്ളാഹുവിലേക്ക് ചേരാനുള്ള മാർഗം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്യലാണ്. അവിടുത്തെ ഹാലാത്തുകളിൽ, അവസ്ഥകളിൽ, അവിടുത്തെ പ്രവർത്തനങ്ങളിൽ, സന്ദർഭങ്ങളിൽ, സംസാരങ്ങളിൽ എല്ലാറ്റിലും പിന്തുടരണം. ആ സുന്നത്തുകളൊക്കെ ഒപ്പിയെടുക്കണം. ഒരു സന്ദർഭത്തിൽ മാത്രം പോരാ. നിങ്ങൾ നോക്ക്, വീട്ടിൽ നിന്ന് യാത്ര പോകുന്ന ആള്, ദൂരയാത്രയാകട്ടെ തൊട്ടടുത്തുള്ള യാത്രയാകട്ടെ, എന്നും നമ്മുടെ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന യാത്രയെ കുറിച്ചല്ല. കുറച്ചൊക്കെ ദൂരത്തേക്കും അപ്പുറത്തേക്കൊക്കെ പോകുമല്ലോ, ആ യാത്രക്കും പറ്റും. ഒരു സുന്നത്ത് നിസ്കാരം എങ്ങോട്ടാ പോകുന്നത്? നാളെ പോകാണ്. എവിടേക്ക്? ഡൽഹിയിലേക്ക് ഒരു അർജന്റ് കാര്യമുണ്ട്. യാത്രല്ലേ, വലിയൊരു യാത്രല്ലേ. അല്ലെങ്കിൽ അജ്മീറിലേക്ക് പോകാം, ബോംബെയിലേക്ക് പോകാം, ബിസിനസ് സംബന്ധമായിട്ടാ പോകുന്നത്. എന്നാ ഒരു സുന്നത്ത് നിസ്കരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങ, ചൊല്ലാളതൊക്കെ ചൊല്ലി ഒന്ന് ദ്വാരന്നിട്ട് ഇറങ്ങ. അത് നമ്മുടെ നാട്ടിൽ ആകെ നിർവഹിക്കപ്പെടുന്ന ഒരു സമയത്ത് മാത്രം. എപ്പോൾ? ഹജ്ജിന് പോകുമ്പോ അല്ലേ? ഹജ്ജിന് പോകുമ്പോ ഉസ്താദ് വരും. ഉസ്താദോട് ചോദിക്കും, എന്തൊക്കെ ഉസ്താദ് ചെയ്യേണ്ടി? ഉസ്താദ് ഇങ്ങനെയൊക്കെ ചെയ്യണം. എല്ലാ സുന്നത്ത് ഉസ്താദ് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനൊക്കെ നിസ്കരിച്ച്, ഇങ്ങനൊക്കെ സൂറത്ത് ഓതിയിട്ട്, ഇങ്ങനൊക്കെ ദ്വാരന്നോളി, എന്നിട്ട് എല്ലാവരോടും സലാം പറഞ്ഞ് എല്ലാവർക്കും എന്തെങ്കിലും ഒരു സ്വതക്ക് കൊടുത്തിറങ്ങിക്കോളി. അല്ലേ? നമ്മള് ദുബായിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോകാൻ, കയ്യിൽ അപ്പോഴും ഇല്ലേ കുറച്ച് കാശൊക്കെ, ഓരോരുത്തർക്കും കുറച്ച് കൊടുക്കുക. എല്ലാവർക്കും കൊടുക്കും, നന്നായിട്ട് കൊടുക്കണ്ട. സ്വതക്കാന്നുള്ള നിലക്ക് സുന്നത്ത് അപ്പോഴും ഇല്ലേ? ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അപ്പോഴും ഇല്ലേ? ഒരു കല്യാണത്തിന് നിക്കാഹിന്റെ വേദിയിൽ ഒരുമിച്ച് കൂടിയാൽ ആ നിക്കാഹിനിരിക്കുന്ന വലിയനും ഇപ്പുറത്തിരിക്കുന്ന ഭർത്താവിനും, ഭർത്താവാകാൻ പോകുന്ന, ഇണയാകാൻ പോകുന്ന ആൾക്കും നിക്കാഹിന്റെ 2 റക്അത്ത് സുന്നത്തുണ്ട്. അന്ന് രാത്രി ലൈലത്തു സിഫാഫിൽ, അന്നത്തെ രാത്രി മംഗല്യത്തിന്റെ ആദ്യത്തെ രാത്രിയില്ലേ, ആദ്യ രാത്രിയിലും ഒരു സുന്നത്തുണ്ട്. ഇതൊക്കെ പകർത്തിയിട്ട് സന്തോഷത്തോടെ ചെയ്യുന്ന അമലാണോ, ജീവിതമാണോ? വരുന്ന കുട്ടികൾ സുന്നികളായിരിക്കും, സന്തോഷവാന്മാരായിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല ആത്മീയ ബന്ധമുള്ളവരായിരിക്കും. വെറുതെ ആകൂല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അലി റളിയല്ലാഹുവിനെയും ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെയും കല്യാണത്തിന്റെ അന്ന് രണ്ടുപേരും വീട് കൂടാൻ ഒരുങ്ങുന്നതിന്റെ മുമ്പ് തങ്ങൾ പറഞ്ഞു, ഇശാഇന്റെ ജമാഅത്ത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം, ശേഷം ഞാൻ ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാം, എന്നതിന് ശേഷം നിങ്ങൾക്ക് ജീവിതം ആരംഭിക്കാം. എല്ലാ വക സുന്നത്തുകളും, എല്ലാ വക കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. അപ്പോഴും ചൊല്ലേണ്ട ദിക്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജീവിതത്തിലെ സുന്നത്തുകളാണ്. എപ്പോഴെങ്കിലും ഒന്ന് മാത്രമുള്ളതല്ല. കഴിവിന്റെ പരമാവധി പഠിക്കണം, പകർത്തണം. സുന്നത്ത് ഒഴിവാക്കിയതിന്റെ പേരിൽ ആഖിറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണാതിരിക്കരുത്. രണ്ടാമത്തെ വിഭാഗമില്ലേ, നമ്മളെ വിഷയവുമായി ബന്ധിച്ചതാണ്. വൽ ആഖുലി വാലിദൈ, മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ എന്നെ കാണൂലാന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാക്കുകൊണ്ടുള്ള വേദന വല്ലാത്തൊരു വേദനയാണ്. കത്തി കൊണ്ട് കുത്തുന്നതിനേക്കാൾ മൂർച്ചയാണ് വാക്കിന്. വാക്കിന്റെ അമ്പാണല്ലോ കൂടുതൽ തറക്കുന്നത്. ഇന്നും മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് ശരീരത്തിൽ വന്ന മുറിവൊക്കെ മാറി, അതിന്റെ കലകളൊക്കെ ഉണങ്ങി. ആരോ തള്ളിയിട്ടതാണ്, അവരെ തന്നെ ഓർമ്മയില്ല. പക്ഷേ മൂർച്ചയുള്ള വാക്ക് അന്ന് 10ാമത്തെ വയസ്സിൽ പറഞ്ഞത് ഇന്നും മനസ്സിൽ കെട്ടിക്കിടക്കുന്നില്ലേ, മായാതെ മറയാതെ നിൽക്കുന്നില്ലേ? വസ്സഹ്മു സഹ്മാനി സഹ്മുൽ ഖൗലി വൽ ഖൗസി ഫദാക അബ്റഉ മിൻ ഹാദാ വലാ യുഖ്തി. അമ്പ് 2 വിധമുണ്ട്. സഹ്മുൽ ഖൗൽ, ഒന്ന് വാക്കിന്റെ അമ്പ്, മറ്റൊന്ന് സഹ്മുൽ ഖൗസ്, വില്ലിന്റെ അമ്പ്. അതേ സമയത്ത് ഫദാക അബ്റഉ മിൻ ഹാദാ വലാ യുഖ്തി, ആ അമ്പുണ്ടല്ലോ, ഏത് വില്ലിൽ നിന്ന് പോയ അമ്പ്, അത് തറക്കുന്നത് വേഗം സുഖമാകും. അതിന് കുഴപ്പമൊന്നുമില്ല, ഉന്നം തെറ്റാതെ എത്തിയാലും അത് പെട്ടെന്ന് ഭേദമാകും. അതിന്റെ അവസ്ഥകളൊക്കെ കഴിഞ്ഞാൽ അമ്പ് വിട്ട ആളെയും ഓർമ്മയുണ്ടാകൂല. അതേ സമയത്ത് രണ്ടാമത്തതില്ലേ, സഹ്മുൽ ഖൗൽ, വാക്കിന്റെ അമ്പ്, അത് വല്ലാത്ത അമ്പാണ്. വജ്റുഹു ഹാദാ ലഹു ബുർഉൻ വദാലിക ലം യജ്റഹ് ഫഖഫ് മൻ ദഅ അലൈക ബിസ്സഖതി. അതേ, വില്ലിൽ നിന്ന് പോയ അമ്പിന്റെ മുറിവുണങ്ങിയാലും വാക്കിന്റെ അമ്പിന്റെ, വാക്ഷരത്തിന്റെ, വാക്കിന്റെ അമ്പിന്റെ മുറിവ് അത് ഉണങ്ങിപ്പോകൂല.
അത് പെട്ടെന്ന് ഒഴിവായി പോകൂല. ആ നിലക്ക് കുത്തുന്ന നോവുന്ന വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചവരുണ്ടോ? ഇന്നത്തെ രാത്രി തന്നെ മടങ്ങിക്കോളൂ, നാളത്തേക്ക് ബാക്കി വെക്കണ്ട. ബാപ്പാനെ ഉമ്മാനെ വേദനിപ്പിക്കുന്നവർക്ക് എല്ലാ മഹത്വമുള്ള രാവുകളും അവർക്ക് എതിരാണ്. ഒരൊറ്റ ഹദീസ് ഞാൻ പറയട്ടെ, വിശാലമായി പറയാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണുന്നില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം എന്തിനാ? ദുനിയാവിൽ നമ്മൾ കണ്ടില്ല, എന്നാ പിന്നെ ആഖിറത്തിലെങ്കിലും ഒന്ന് കാണണ്ടേ? ബാപ്പാനെ വെറുപ്പിച്ച ആളല്ലേ എന്നെ കാണണ്ട, ഉമ്മാനെ വെറുപ്പിച്ച ആളല്ലേ എന്നെ നോക്കണ്ട. ആ തിരുമുഖം കാണാതെ ഈ ജീവിതം എന്തിനാണ്? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചില്ലറ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ഉമ്മയൊന്ന് കരഞ്ഞുപോയി, ബാപ്പയൊന്ന് കരഞ്ഞുപോയി, ആ കണ്ണീര് തുടക്കാതെ മറ്റൊരു അമലിലേക്ക് കടത്തി വിടൂല. യമനിൽ നിന്ന് സാഹസപ്പെട്ടൊരു സ്വഹാബി മദീനയിലെത്തി. എന്തിനാ എത്തിയത്? ചോദിച്ചു അല്ലാഹുവിന്റെ റസൂൽ, നിങ്ങൾ എന്തിനാ വന്നത്? കുറെ കാലത്ത് ആഗ്രഹമാണ് തങ്ങളോടൊപ്പം ഒന്ന് ജിഹാദിന് വരണം. ബാപ്പുണ്ടോ? ഉണ്ട്. ഉമ്മണ്ടോ? ഉമ്മയുമുണ്ട്. ബാപ്പയും ഉമ്മയും നിങ്ങൾ വരുമ്പോ എങ്ങനെയായിരുന്നു? ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ബാപ്പയും ഉമ്മയും അങ്ങ് കരഞ്ഞുപോയി. ബാപ്പയും ഉമ്മയും അങ്ങ് കരഞ്ഞുപോയി എന്ന് പറഞ്ഞപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇർജി ഇലൈഹിമാ, നിങ്ങൾ യമനിലേക്ക് മടങ്ങി പോകണം. ഇന്ന് യമനിൽ നിന്ന് ഒരാൾ നമ്മുടെ നാട്ടിലെത്തി എന്ന് പറഞ്ഞൊരു പ്രയാസമല്ല. പ്രയാസമുണ്ടോ? അത് എയർപോർട്ടിൽ നിങ്ങൾ വന്നില്ലേ, എന്ത് പ്രയാസം. അന്ന് യമനിൽ നിന്ന് വന്നു പറഞ്ഞാൽ ചൂടും ഈ പൊടിക്കാറ്റും ഒക്കെ ഇടങ്ങേറൊക്കെ സഹിച്ച് പല കുന്നും മലകളൊക്കെ കയറി ഇറങ്ങി വെള്ളം കിട്ടിയിട്ടും കിട്ടാതെയൊക്കെ വരണം. അതൊരു സാഹസികമായ യാത്രയാണ് അന്നത്തെ യാത്ര. ഒക്കെ സഹിക്കാൻ പറ്റൂല. അങ്ങനെ കഷ്ടപ്പെട്ടാണ് മദീനയിലേക്ക് വന്നത്. മനസ്സിലെ താല്പര്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജിഹാദിന് പോകാൻ. അത് ചെറിയൊരു സന്തോഷം. തങ്ങളോടൊപ്പം ഒരു ജിഹാദിൽ സംബന്ധിച്ചു ആള് ഷഹീദായിട്ടില്ലെങ്കിലും എത്ര വലിയ ബഹുമാനമാണ്. അതുകൊണ്ടാണല്ലോ സ്വഹാബത്തിന്റെ ഒക്കെ ചരിത്രം രേഖപ്പെടുത്തുമ്പോ ഷഹീദ ബദറൻ, ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്, അഖബാരാത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ മേൽവിലാസം പറയുന്നത്? ആരാണ് അവിടൊക്കെ നേതൃത്വം കൊടുക്കുന്നത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ നേതൃത്വത്തിന്റെ കീഴിൽ ഇതിലൊക്കെ സംബന്ധിക്കാനുള്ള തൗഫീഖ് കിട്ടിയ ആളാണ് എന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷയമല്ല, വലിയ മഹത്വമുള്ള സംഗതിയാണ്. ഇരിക്കട്ടെ, യമനിൽ നിന്ന് വന്നത് തങ്ങളോടൊപ്പം ജിഹാദിന് പോകാനാണ്. ബാപ്പയും ഉമ്മയും കരഞ്ഞു എന്നങ്ങ് കേട്ടപ്പോ തങ്ങളെ മറുപടി, ഇർജി ഇലൈഹിമാ ഫഅൽഹിഖുമാ, മടങ്ങിപ്പോയിട്ട് ബാപ്പാനും ഉമ്മാനും സന്തോഷിപ്പിക്കണം. നിങ്ങൾ കൂടെ പോരാൻ പറ്റൂല. ജിഹാദിനോ? അതൊക്കെ നല്ല റെഡി ഉള്ളവർ പോയാൽ മതി. ബാപ്പയും ഉമ്മയും കരഞ്ഞിട്ട് ജിഹാദോ? ബാപ്പയും ഉമ്മയും ആവതുപോലെ പറഞ്ഞു, മോനെ ഞങ്ങൾക്ക് രണ്ടാക്കും സുഖല്ല, ഇഷ്ടംപോലെ ബാപ്പാന്റെ സ്വത്തുണ്ട്, എന്റെ മോൻ ഇപ്പൊ ഗൾഫിലേക്ക് പോകണ്ട. ആ 10,000-ന്റെ ആ കോടിന്റെ വിലല്ല, ബാപ്പാന്റെയും ഉമ്മാന്റെയും മനസ്സിൽ നിന്ന് വന്ന ആ സ്നേഹത്തിന്റെ വാക്കിനാണ് സുഹൃത്തെ വില. അതിനാണ് വിലയുള്ളത്. നീ അവിടെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല ഇനിയും തരും. ഈ ബാപ്പാനെയും ഉമ്മാനെയും നല്ലോണം നോക്കിയിട്ട് കണ്ണീര് കുടിപ്പിക്കാതെ, വിഷമിപ്പിക്കാതെ, വേദനിപ്പിക്കാതെ, പൊന്നുപോലെ നോക്കിയിട്ട് എന്താണ് അള്ളാഹു തരേണ്ടത്? എന്താണ് അവർ ചോദിക്കുന്നത്? എന്തും തരും. നമുക്ക് തോന്നില്ലേ അങ്ങനൊന്നും കിട്ടൂല? കിട്ടേണ്ടൊക്കെ കിട്ടും. ചെയ്യണ ഖിദ്മ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ദുന്യാവും കിട്ടും, ആഖിറവും കിട്ടും. എത്ര അള്ളാഹു കൊടുത്തിട്ടുണ്ട്? പൊന്നുപോലെ നോക്കിയിട്ട്. സാധാരണക്കാരായ ആളുകൾ എത്ര ഹൈ ലെവലിലേക്ക് കയറുന്നുണ്ട്. ആലിമീങ്ങളൊന്നുമല്ല, അവർ സാധാ ഇൽമുണ്ട്, അങ്ങനെ ജീവിച്ചതാ. പക്ഷേ ബാപ്പാനി ഉമ്മാനി അങ്ങോട്ട് നോക്കിയിട്ട് കിട്ടിയ പൊരുത്തം. ആൾക്കാരൊക്കെ പറയും, ഓന് ബാപ്പാന്റെ പൊരുത്തം കിട്ടിയിട്ടുണ്ട്, ഉമ്മാന്റെ പൊരുത്തം കിട്ടി. അതൊരു സർട്ടിഫിക്കറ്റാ, അത് ശരിയായ മേൽവിലാസാണ്. വരെ വിഷമിപ്പിക്കരുത്. നിന്റെ കല്യാണാനന്തര ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന് ഒരിക്കൽ പോലും ഉമ്മാനെ വേദനിപ്പിച്ച് നിന്നെ കൊണ്ട് നിന്റെ ഉമ്മ കരയേണ്ട ഒരു ഗതികേട് വരരുത്. ഇങ്ങനൊരു മകനില്ലായിരുന്നെങ്കിൽ അല്ലാഹ്, ഇങ്ങനെ ഒരു മക്കളെ കാണേണ്ടില്ലായിരുന്നെങ്കിൽ അല്ലാഹ്, നേരത്തെ മരിച്ചിരുന്നെങ്കിൽ എന്ന് ബാപ്പയും ഉമ്മയും പറഞ്ഞ് കരയുന്ന സന്ദർഭങ്ങൾ അധികരിച്ചു പോയി. എന്താ കാരണം? എന്തോ ഒരു വിഷയത്തിന് ഉമ്മ ഒന്ന് ഉണർത്തിയതാണ്. ആരെ? മകന്റെ ഭാര്യയെ.
അല്ലെങ്കിൽ മകനെ വിളിച്ചിട്ട് മക്കളെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞതാണ്. നിന്റെ മക്കൾ അതിലൂടെ ഇതിലൂടെ ഓടുമ്പോ മോനെ എനിക്ക് പേടി തോന്നുന്നുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമ്പോ വീണുപോയാൽ ഉമ്മാന്റെ സ്നേഹം കൊണ്ടാണ്. എന്റെ മക്കളെ കൊണ്ട് ഉമ്മാക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നതല്ല അല്ലേ? നിങ്ങളും ബാപ്പയും ഇവിടെ നിന്നോളൂ, ഞങ്ങള് വേറെ പോവുകയാണ്. ക്ഷീണിതനായ ബാപ്പ, പരവശനായ ഉമ്മ, രണ്ടുപേർക്കും സ്വന്തമായി അലക്കാൻ കഴിയില്ല, പാചകം ചെയ്യാൻ കഴിയില്ല. ഈ മകനും മകളും താമസിക്കുന്നതോ ഫ്ലാറ്റിലാണ്, സംഗതി വാടകക്കാണെങ്കിലും ഫ്ലാറ്റിലാണ്. ബാപ്പയും ഉമ്മയും മനസ്സ് വേദനിച്ചവിടെ കഴിയുന്നില്ലേ? നിന്റെ അമലിന് സ്വീകാര്യതയില്ല. ബറാഅത്ത് രാവിൽ പോലും നിന്റെ ദുആക്ക് ഉത്തരമില്ല. നിനക്കല്ല മഗ്ഫിറത്ത് തരൂല. ഞാൻ എന്റെ വക പറഞ്ഞു എന്ന് നിങ്ങൾ പറയേണ്ട ഹദീസ് തന്നെ വായിക്കാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ മഗ്ഫിറത്തിന് താല്പര്യം പറഞ്ഞ രാവല്ലേ ബറാഅത്ത് രാവ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സവിധത്തിൽ നിന്ന് തങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് അങ്ങ് പോയി. ബറാഅത്ത് രാവിന്റെ ദിവസം ആയിഷ ബീവിന്റെ വീട്ടിലായിരുന്നു. എങ്ങോട്ടാ തങ്ങൾ പോയത് എന്ന് നോക്കാൻ വേണ്ടി കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ വീട് വിട്ടിറങ്ങി. അപ്പൊ കാണുന്നത് എന്താണ്? ജന്നത്തുൽ ബഖീൽ രണ്ട് കൈയും ഉയർത്തിയിട്ട് പ്രാർത്ഥന നിരതരായി നിൽക്കുന്നു. രണ്ട് കൈയും ഉയർത്തിയിട്ട് തങ്ങൾ അങ്ങനെ ദുആ ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിൽ ചിന്തിക്കുന്നു, പടച്ചോനെ, ഞാൻ എന്റെ ശരീരത്തിന്റെ താല്പര്യത്തിന് ദുനിയാവിന്റെ മോഹത്തിലാണല്ലോ ഇപ്പോഴും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്റെ റിളയിലാണല്ലോ ഈ പാതിരാത്രിയിലും ആഖിറത്തിലേക്ക് വേണ്ടി കൈയുയർത്തിയിരിക്കുകയാണല്ലോ. എന്റെ മനസ്സിൽ മോഹം ഇപ്പോഴും തങ്ങൾ എന്നെ വിട്ട് മറ്റു വീട്ടിലേക്ക് എവിടേക്കെങ്കിലും പോയോ എന്ന ചിന്തയല്ലേ. തങ്ങൾക്കതിന് എതിരൊന്നുമില്ല, മോശമൊന്നുമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി. ദുആ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ അതാനി ജിബ്രായീൽ അലൈഹിസ്സലാം, ഞാൻ നിന്റെ കൂടെ കിടക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഹാദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഇത് ശഅബാൻ പകുതിയുടെ രാവാണ്, അഥവാ ബറാഅത്ത് രാവ്. വലില്ലാഹി ഫീഹാ ഉതഖാഉ മിനന്നാർ, ഈ രാത്രിയിൽ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നരകത്തിന്റെ ലിസ്റ്റിലാണോ നമ്മളുള്ളത്? അല്ലാഹു നമുക്ക് മോചനം തരട്ടെ. നാളത്തെ രാവിലും ഇന്നത്തെ രാവിലും ഒക്കെ ദുആ ചെയ്യാം. മദീനയിലെ വലിയൊരു ഗോത്രമാണ് കൽബ് ഗോത്രം. ആ ഗോത്രക്കാർക്കാണ് ധാരാളം ആടുകളുള്ളത് എന്ന് ചില റിപ്പോർട്ടിലുണ്ട്. അവരുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണം കണക്കനുസരിച്ച് ഒരാടും രണ്ടാടുമല്ല അവർക്കുള്ളത്, ധാരാളം ആടുകളുണ്ട്. ആ ആടുകളുടെ രോമത്തിന്റെ എണ്ണം കണക്കനുസരിച്ചൊരു പക്ഷേ ദുനിയാവിൽ നമ്മുടെ സെക്കൻഡുകൾ പോലും ഉണ്ടാകൂല അത്ര എണ്ണം, നമ്മുടെ ജീവിതം തന്നെ ഉണ്ടാകൂല അത്രയും എണ്ണം. ആ എണ്ണത്തിന്റെ കണക്കനുസരിച്ച് അല്ലാഹു തആല ഇത്ഖ് തരും, അല്ലാഹ് മോചനം തരും, അല്ലാഹ് മാപ്പ് തരും. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യൻദുറു ഫീഹാ, ഈ രാത്രിയിൽ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല, ഇലാ മുശ്രിക്കിൻ, മുശ്രിക്കിലേക്ക് നോക്കൂല. അല്ലാഹു തആലയുമായി ശിർക്ക് ചെയ്യുന്ന ആളുകളില്ലേ, പങ്കു ചേർക്കുന്ന ആളുകളില്ലേ, അവരിലേക്ക് അല്ലാഹു നോക്കൂല. ശിർക്ക് വലിയ മഹാപാപമാണല്ലോ. വലാ ഇലാ മുശാഹിനിൻ. ഇനി അവിടുന്ന് കുറെ നമ്പർ ഞാൻ എണ്ണാം. ആ നമ്പർ ലിസ്റ്റിലുണ്ടോ നമ്മളെ പേര് ഊരും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആൾക്കാർ ഇതിലാരോ കേൾക്കാനുണ്ടോ? ഇതിന്റെ സ്വഹാബൊക്കെ പോയോ? ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ കാവലിന്, ആള് പോയോ? അല്ലാഹു അലം അതിലാരുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ അവരും ഓൺലൈനിലൊക്കെ കേൾക്കുന്ന ആൾക്കാരൊക്കെ പറയട്ടെ. ഇനി എണ്ണാൻ പോകുന്ന ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ ഇന്ന് തന്നെ വെട്ടിമാറ്റിയേക്കണം, നാളത്തേക്ക് കാത്തു നിൽക്കരുത്. അതിൽ ഒന്നാമത്തെ നമ്പറായിട്ട് മുശ്രിക്ക്, അത് പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഇല്ല നോക്കാം, ഒക്കെ മുസ്ലിങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. രണ്ടാമത് തങ്ങൾ എണ്ണുന്നു, വലാ ഇലാ മുശാഹിനിൻ, മുശാഹിനിലേക്ക് അല്ലാഹു നോക്കൂല. പകയും വിദ്വേഷവും പോരും കാരണം പിണങ്ങി നിൽക്കുന്നവൻ. കുറെ കാലായി ജ്യേഷ്ഠത്തി അനിയത്തിയും മിണ്ടിയിട്ട്, സഹോദരനും സഹോദരിയും ഒന്നും നേർക്ക് നേരം മനസ്സൊന്നൊരു സലാം പറഞ്ഞ് സംസാരിച്ചിട്ട്. എന്തേ കാരണം? എന്തോ കല്യാണത്തിന് സഹായം ചോദിച്ചപ്പോ അവൻ്റെ അടുത്ത് കൊടുക്കാണ്ടായിരുന്നില്ല, മറ്റൊരുണ്ടായിട്ടും തന്നില്ല എന്നുള്ളവർക്ക് ഇയാൾ ഉണ്ടാകത്തോണ്ട് കൊടുക്കാത്തോ, ഇല്ലാത്തോണ്ടാ കൊടുക്കാത്തത്. മറ്റൊരു വിചാരിച്ചു ഇല്ലാത്തോണ്ട് അവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ, എന്തേ തരാതിരുന്ന് അവിടെ മിണ്ടണ്ട.
പ്രശ്നം ദുന്യാവിന്റെ ആഖിറത്തിന്റെ ഒന്നല്ല. പ്രശ്നം ദുന്യാവിന്റെ പിണക്കത്തിന്റെ 99% കാരണം ദുന്യാവാ, ആഖിറൊന്നുമല്ല. ചെറിയ നിസ്സാര പ്രശ്നങ്ങളെ പേരിലാണ് പിണക്കം. ബാപ്പയും മക്കളും തമ്മിൽ മിണ്ടിയിട്ട് വർഷങ്ങളോളമായി, ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടിയിട്ട് വർഷങ്ങളോളമായി, ഒരേ വീട്ടിലാ താമസം, പക്ഷെ രണ്ടടുപ്പാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരാളിനോട് ഉസ്താദ്, ആ വീട്ടിൽ രണ്ടടുപ്പുണ്ട്. നമ്മളെ വീട്ടിൽ മുമ്പൊക്കെ രണ്ടടുപ്പ് എന്ന് പറഞ്ഞാൽ പുറത്തൊരു അടുപ്പുണ്ടാവും, വലിയ പരിപാടിക്ക് വെച്ച് കല്ലൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ സൗകര്യത്തിന്. ഉള്ളിലടുപ്പുണ്ടാവും. ഉള്ളിലടുപ്പ് പറഞ്ഞാൽ സാധാ അടുപ്പ്. ഇത് വീട്ടിന്റെ ഉള്ളിൽ എന്തിനാ രണ്ടടുപ്പ് എന്ന് വെച്ചു? രണ്ടടുപ്പ് ചിലപ്പോൾ ഉണ്ടാവും, അടുക്കളയിൽ രണ്ടടുപ്പ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടാവും. അതല്ല, അതിന്റെ കിഴക്കേ ഭാഗത്തൊരു അടുപ്പുണ്ട്, പടിഞ്ഞാറ് ഭാഗത്തൊരു അടുപ്പുണ്ട്. അതെന്തിനാ? ആ അടുപ്പ് ഭർത്താവിന്, ഈ അടുപ്പ് ഭാര്യക്ക്. എന്താ സഹോദരങ്ങളെ, ഒരേ വീട്ടിന്റെ ഉള്ളിലാണ്, ഒരേ കട്ടിലിൽ കഴിയേണ്ടവര്, ഉറങ്ങേണ്ടവര്, അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കേണ്ടവര് പിണങ്ങിക്കടിയുകയാണ്. മരണം അവർക്ക് ഓർമ്മയില്ലേ? അള്ളാഹുവിന് അവർക്ക് ഓർമ്മയില്ലേ? അവരെ ജീവിതം ചേർത്ത് കൊടുത്തതാരാണ്? കമ്മിറ്റിക്കാരല്ല, രക്ഷിതാക്കളല്ല, നാട്ടുകാരല്ല, യജമാനനായ റബ്ബാണ്. ആ റബ്ബിനെ ഓർത്തുകൊണ്ട് ഈ മക്കളെ ഓർത്ത്, പേരമക്കളെ ഓർത്തൊന്ന് നന്നായിക്കൂടെ? എത്ര രാവുകളാ വരുന്നത്, എത്ര പ്രാർത്ഥനയാ നടക്കുന്നത്. പിണങ്ങി നിൽക്കുന്ന കൂട്ടുകാരുണ്ടോ? ഇന്നേന്ന് മാറിയേക്കണം. പിണങ്ങി നിൽക്കുന്ന കുടുംബക്കാരുണ്ടോ? പെട്ടെന്ന് മാറിയേക്കണം. പിണക്കത്തിലും തർക്കത്തിലും കഴിയുന്നവരുണ്ടോ? പെട്ടെന്ന് മാറിയേക്കണം. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നു. നല്ല സംഭാവന കൊടുക്കണം. വെള്ളിയാഴ്ച രാവാണല്ലോ, ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആർക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, പിണങ്ങിക്കഴിയുന്നവരിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. എന്തൊരു നഷ്ടമാണ്. ഞാനും നിങ്ങളും നോക്കാത്തതാണോ നഷ്ടം? അതൊരു നഷ്ടമായി കൂട്ടാനില്ല. നാട്ടുകാരോ തിരിഞ്ഞു നോക്കുന്നില്ല, നഷ്ടമായി കൂട്ടാനില്ല. കാരണം ജീവിക്കാൻ പല വകുപ്പുണ്ട്. അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല എന്ന് പറഞ്ഞാൽ അമ്പേ പരാജയമാണ്. വല്ലാത്ത ഒരു ശിക്ഷയാണത്, വല്ലാത്ത ഒരു ഇടങ്ങേറാണത്, വല്ലാത്ത ഒരു ദുസ്വഭാവമാണത്. സഹോദരങ്ങളെ, അത്തരത്തിൽ വിദ്വേഷം കൊണ്ട് മാറി നിൽക്കുന്നവർ, പക കൊണ്ട്, വിരോധം കൊണ്ട് മാറി നിൽക്കുന്നവർ അയൽക്കാരാണ്. ആരായൽക്കാരൻ? അത് ചേട്ടന്റെ വീടാണ്, ഇത് അനുജന്റെ വീടാണ്. പക്ഷേ ഇടയിൽ മതിലൊന്നുമില്ല. മതിൽ, വല്ലാത്ത മതിലുണ്ട്, കാണാത്തൊരു മതിലുണ്ട്. ഖുർആൻ പറഞ്ഞില്ല, ബൈനഹുമാ ബർസഖുൽ ലാ യബ്ഗിയാൻ. ഇതേപോലത്തെ മറ, രണ്ട് നദികൾക്കിടയിൽ അള്ളാഹു മറ വെച്ചിട്ടുണ്ട്. നഗ്നനേത്രങ്ങളെ കൊണ്ട് നോക്കിയാൽ കാണാത്ത മറ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ എത്ര മറ ഉണ്ട്? നിങ്ങൾ നോക്ക്, ഉപ്പുള്ള വെള്ളവും ഉപ്പില്ലാത്ത വെള്ളവും ചേരുന്ന സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ട്. പുഴയും കടലും ചേരാണ്. എന്നാ ഇങ്ങോട്ട് കടൽ ചേർന്നുകൊണ്ട് പുഴ മാറിയിട്ടുണ്ടോ? പുഴ മാറിയിട്ടൊന്നുമില്ല. പുഴ അങ്ങോട്ട് ചേർന്നിട്ട് കടലിലെ വെള്ളം മാറിയിട്ടുണ്ടോ? അതും മാറിയിട്ടില്ല. ബൈനഹുമാ ബർസഖുൽ ലാ യബ്ഗിയാൻ. പ്രത്യക്ഷ നോട്ടത്തിൽ കാണാത്തൊരു മറയുണ്ട് അതിനിടയിൽ. ഇതേപോലെ അപ്പുറത്ത് ചേട്ടൻ, ഇപ്പുറത്ത് അനുജൻ. മതിൽ കെട്ടൊന്നുമില്ല, അവിടെ കാണാൻ മതിലുമില്ല, പക്ഷെ വല്ലാത്ത മതിലാണ്. എന്താ മതില്? അവിടെ ഒരു കല്യാണം നടന്ന സമയത്ത് ഇവിടെ വീട് ഓഫാണ്. ഇങ്ങോട്ട് പന്തലും ഇങ്ങോട്ട് കസേരയൊക്കെ ശരിക്കും ഉണ്ടാകുന്ന നാട്ടിലെ പതിവ് അനുസരിച്ച്. ഇവിടെ ആരുമില്ല, അന്ന് അവിടെ പണിമുടക്കാം. അവരെവിടെ? അയാൾ പിന്നെ അയാളെ മാന്യത സൂക്ഷിക്കാൻ പറഞ്ഞാൽ അവിടെ ഒരു ഹോസ്പിറ്റലിലാണ് അവര്. ഏത് ഹോസ്പിറ്റലില്? ഇവിടെ മിണ്ടാത്ത രൂപത്തിൽ വേറെ ഏതൊരു ഹോസ്പിറ്റലിൽ വീട്ടിൽ താമസിക്കാം. അല്ലാതെ ട്രീറ്റ്മെന്റിന് പോയ ഹോസ്പിറ്റലല്ല. അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ അങ്ങനെയാണ്. എന്തൊരു ദുഷ്കരമായ അവസ്ഥ. കുടുംബങ്ങളിലുള്ള ഐക്യമാണ്, ഇണക്കമാണ് ബറക്കത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ഒന്ന് മിണ്ടാതിരുന്നാൽ സഹോദരങ്ങളെ, അതുകൊണ്ടുണ്ടായിത്തീരുന്ന നഷ്ടം ചെറുതല്ല. ഒന്ന് പിണങ്ങിയാൽ അതുകൊണ്ടുണ്ടായിത്തീരുന്ന ദുർഗതി ചെറുതല്ല. പിണക്കം മാറ്റിയിട്ട് ബറാഅത്തിരാവിന്റെ ദുആഇന് കാതോർക്കുന്നവരല്ലേ. മനസ്സിലൊന്ന് പ്ലാൻ വരച്ചു നോക്കൂ. ഒന്ന് വരച്ചാ കിട്ടും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആരെയാണ് വെറുത്ത് കഴിയുന്നത്, വിരോധം വെച്ച് കഴിയുന്നത്, പിണങ്ങി കഴിയുന്നത്? ഇന്ന് തന്നെ ഒന്ന് നന്നാകണം. ഇന്ന് തന്നെ ഒന്ന് മാറേണ്ടതുണ്ട്. പ്രാർത്ഥനകളിലുള്ള ഉത്തരത്തിന് പ്രധാനപ്പെട്ടതല്ലേ മനസ്സിന്റെ ക്ലിയർ. ആ മനസ്സിൽ ഇതുപോലെ കുറുമ്പും കുശുമ്പും ഉണ്ടായാൽ എങ്ങനെ നടക്കാനാണ്? വേദനയോടെ പിണങ്ങിക്കഴിഞ്ഞപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട, നിങ്ങൾ മാപ്പ് കൊടുത്താൽ നിങ്ങൾക്ക് മാപ്പ് തരാമെന്നല്ലേ അല്ലാഹു ഓഫർ കൊടുത്തത്. അത്ര വലിയ വിഷമം നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ പിണങ്ങാൻ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു സങ്കടമാണ് പുന്നാരമോള് ആയിഷ റളിയല്ലാഹുവിനെ പറ്റി മുനാഫിക്കുകൾ പടച്ചുണ്ടാക്കിയ അപവാദ പ്രചരണം. സിദ്ദീഖ് തങ്ങളെ സംബന്ധിച്ച്, നമ്മളെ മക്കളെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ആരുമല്ലല്ലോ, അവിടെ നമ്മളെ മക്കളൊന്നും കൂട്ടാനൊന്നുമില്ല. നമ്മളെ മക്കളെ പറ്റി അങ്ങനെ സംഭവം ഉണ്ടായതിന് നമുക്കെന്തൊരു വിഷമുണ്ട്, സഹിക്കാൻ പറ്റും, പുറത്തിറങ്ങാൻ കഴിയും.
ഇത് ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശ്രേഷ്ഠ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിന് ആർക്കും ഇല്ലാത്ത മഹത്വങ്ങളാണ് അല്ലാഹു തആല സിദ്ദീഖ് തങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞങ്ങൾ എത്ര അധ്വാനിച്ചാലും നിങ്ങളെ ചേർത്ത് അല്ലാഹു തആല പറഞ്ഞൊരു മഹത്വമുണ്ട്, ഞങ്ങൾക്കതിന് കിട്ടൂല. എന്താ മഹത്വം? നിങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഗാർ തൗറിൽ കഴിയുന്ന സമയത്ത് നിങ്ങൾ മുകളിലേക്ക് നബി അവരൊന്ന് കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ നമ്മളെ കാണൂലേ എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്താ നിങ്ങളോട് പറഞ്ഞ ഉത്തരം? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കരുത്, ദുഃഖിക്കരുത്. ഇന്നല്ലാഹ മഅനാ, നമുക്ക് രണ്ടുപേർക്കും അല്ലാഹുവിന്റെ പ്രത്യേക സഹായമുണ്ട്. ആ പ്രത്യേക സഹായം സിദ്ദീഖ് തങ്ങളെ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയോ? നിങ്ങൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കിട്ടിയ പ്രത്യേക കാവലും പ്രത്യേക സഹായവും വേറെ ആർക്കെങ്കിലും കിട്ടിയോ സമൂഹത്തിൽ? അല്ലാഹു തആല നമ്മളോടൊപ്പം ഉണ്ട് എന്ന് ചേർത്തി പറഞ്ഞതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിഞ്ഞത് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരേ ഒരാൾക്കാണ്, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് ചെറിയൊരു ബഹുമാനമാണോ? എത്ര വലിയ ബഹുമാനമാണ്! എമ്പാടും ബഹുമാനങ്ങളല്ലേ അല്ലാഹു ഖുർആനിൽ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞത്. ഇത്രയും വലിയ ബഹുമാനമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളെ പറ്റി മുനാഫിഖുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പടച്ചുണ്ടാക്കിയ അപവാദ കഥ, ആ അപവാദ കഥയുടെ പിന്നിൽ സ്വഹാബത്തിൽ പലരും കുടുങ്ങിപ്പോയി. കുടുങ്ങിയവരിൽപ്പെട്ട ആളാണ് മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ സഹോദരിയുടെ മോനാണ്, അടുത്ത കുടുംബക്കാരനാണ്. സിദ്ദീഖ് തങ്ങളെ ഉമ്മാന്റെ സഹോദരിയുടെ മോനാണ് ഈ പറയുന്ന മിസ്തഹ് റളിയല്ലാഹു അൻഹു. ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. അതിനു പുറമെ സിദ്ദീഖ് തങ്ങളെ ചെലവിലാണ് അവരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. സ്വന്തം ചെലവിൽ തന്നെ ജീവിതം കഴിഞ്ഞു പോകുന്ന ഒരാള് സ്വന്തത്തിനെതിരെ തിരിഞ്ഞാളെ വേദന ഒന്ന് ആലോചിച്ചു. അതും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി മുനാഫിക്കുകൾ പറഞ്ഞപ്പോ ഏറ്റു പറഞ്ഞതല്ല, അവര് പറഞ്ഞപ്പോ ഒന്ന് ചിരിച്ചു കൊടുത്തതാണ്. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. റമളാനും ഷാബാനൊക്കെ അല്ലേ, ഷാബാൻ കഴിഞ്ഞ് റമളാനൊക്കെ അല്ലേ വരാൻ പോകുന്നത്. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ചിരിച്ചു കൊടുക്കും. പക്ഷെ നമ്മൾ ആശ്വസിക്കും, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അയാൾ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല, അയാൾ പറഞ്ഞത് അംഗീകരിച്ചിട്ടില്ല, പിന്നെ എന്തിനാ ചിരിച്ചത്? നീ ചിരിച്ചാൽ ആ പറഞ്ഞ് നിനക്ക് സമ്മതാന്നർത്ഥം, നിനക്കുണ്ടാ കുറ്റം. അല്ലെ ചിരിക്കാൻ നിൽക്കണ്ടിന്നോ? അയാൾ പറഞ്ഞ ശുദ്ധമായ അസംബന്ധമാണ്, നുണയാണ്, ഗീബത്താണ്, നമീമത്താണ്. നീ പല്ലിളിച്ച് ചിരിച്ചു കാണിച്ചു കൊടുത്തു, അത് നിന്റെ വക്കൽ നിന്നുള്ള ഒരു സമ്മതമാണ്. ആ ഒരു ചിരിയുടെ പേരിലാണ് മിസ്തഹ് റളിയല്ലാഹുവിന് ഹദ്ദടി കിട്ടിയത്. ഖദ്ഫ് പറഞ്ഞാൽ ഹദ്ദടി ഉണ്ടല്ലോ, 80 അടി അടിക്കണമല്ലോ, സാക്ഷികളില്ലെങ്കിൽ 80 അടി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഭാര്യമാരെ പറ്റിയാകുമ്പോ 80 ആകൂല, ഒന്നുകൂടി കൂട്ടണം, 160 ആകും. ഇരിക്കട്ടെ, ഈ അടിയൊക്കെ കിട്ടിയിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, വല്ലാത്ത സങ്കടത്തോടെ ആ മിസ്തഹ് റളിയല്ലാഹുവിനോടും ഉമ്മാനോടും പറഞ്ഞു, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകണം, ഇനി നിങ്ങൾക്ക് ചെലവില്ല. അത്രല്ലേ പറഞ്ഞോളൂ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ ഈമാനിന്റെ ദൗർബല്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം അവരെ കശാപ്പ് ചെയ്യും. സ്വന്തം കുടുംബത്തിൽ ചെലവിന് കീഴിൽ കഴിഞ്ഞിട്ട് ഇമ്മാതിരി പണിയെടുക്കുക നിൽക്കില്ലേ? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാനും ഇഖ്ലാസും കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകണം, ഇനി നിങ്ങൾക്ക് ചെലവില്ല. അല്ലാഹു തആല എന്ത് തീരുമാനമെടുത്തു? നിങ്ങൾ നോക്കി, ഇത്രയൊരു പ്രശ്നങ്ങൾ നമുക്കുണ്ടോ ആരോടെങ്കിലും പണങ്ങാൻ? ഇങ്ങനെ മാനഹാനി വരുത്തുന്ന, അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഏതെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ കുടുംബത്തോട് പണങ്ങാൻ? ഇങ്ങനെ ഉണ്ടായാൽ തന്നെ പണങ്ങാൻ പറ്റുന്ന പറ്റൂല എന്നാ അല്ലാഹു പറഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇവരെ പുറത്താക്കി വിട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു സിദ്ദീഖ് തങ്ങളോട്, നമ്മളോടൊക്കെ ചോദിക്കുന്നു, വലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ അവർക്ക് ചെലവ് കൊടുക്കൂല എന്ന് പറഞ്ഞ് സത്യം ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്താക്കരുത്. അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലയോ? അതാരാണ് ഈ കൂട്ടത്തിൽ ഇഷ്ടപ്പെടാത്തത്? എന്റെ ശബ്ദം ശവിക്കുന്നവരിൽ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ഇഷ്ടമില്ലാത്തവരാരാണ്? അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്നത് ഇഷ്ടമില്ലയോ? സിദ്ദീഖ് തങ്ങൾ ഉടനെ പറഞ്ഞു, ബലാ ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹ് എനിക്ക് മാപ്പ് തരുന്നത്, പുറത്തു തരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു.
ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നേരെ പോയി മിസ്തഹർ റളിയല്ലാഹുവിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു, ഉമ്മാനെയും വിളിച്ചു കൊണ്ടുവന്നു. ഇനി നിങ്ങൾ പുറത്തു പോകണ്ട, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. നേരത്തെയുള്ള ചെലവിനേക്കാൾ അധികം ചെലവർക്ക് കൊടുത്തു. എന്തൊരു സന്തോഷാണ്! അള്ളാഹു പുറത്തിരുന്നത് ഇഷ്ടല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്ക് സിദ്ദീഖ് റളിയല്ലാഹു എനിക്ക് ആ മാപ്പാ വേണ്ടത്, അതിന് ബൽക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടത്, ഞാൻ പുറത്തു കൊടുത്തു. നമ്മളോട് ആ ചോദ്യം സൂറത്തുൻ നൂറിലെ ചോദ്യം, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്നത് ഇഷ്ടമില്ലയോ? പിണക്കം മാറ്റിയിട്ട് മാപ്പ് കൊടുക്ക്. സത്യത്തിൽ അവനാണ് കുറ്റക്കാരനാണെങ്കിലും നീ അങ്ങ് പുറത്തു കൊടുത്തേക്ക്. പറയാനൊന്നുമില്ല. അങ്ങനെ കുറയാൻ പറ്റുമോ? അങ്ങനെ കുറഞ്ഞാൽ എന്താ പറ്റും? അള്ളാഹിനടുത്ത് നീ സ്ഥാനമുള്ള ആളാണ്, ഒരു കുറവുണ്ടാകൂല. ആര് വന്ന് നിന്നെ അങ്ങനെ തിരി കയറ്റിയാലും അങ്ങനെ വിട്ടുകൊടുക്കണ്ടോ, അങ്ങനെ പുറത്തു കൊടുക്കണ്ടോ, അങ്ങനെ കൊടുത്താൽ ശരിയാവില്ല, എല്ലാവർക്കും അങ്ങനെ പുറത്തു കൊടുക്കല എന്ന് ആര് പറഞ്ഞാലും നിന്റെ മനസ്സിലൂടെ ഓടേണ്ട ഒരു ആയത്ത്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അള്ളാഹ് പുറത്തേൽ ഇഷ്ടല്ലേ, നമ്മളും പുറത്തു കൊടുക്കുക. അള്ളാഹു പെട്ടെന്ന് നമുക്ക് പുറത്തു തരും. എത്ര എളുപ്പമാണ്! ഒരു ദിക്റും വേണ്ട തസ്ബീഹും മനസ്സൊന്ന് നിശ്ചയിച്ചാൽ മതി. സാറില്ല, നിങ്ങളെത്തുന്ന വന്നൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. എന്തൊരു എളുപ്പ, എന്തൊരു സന്തോഷം! അതിന് അള്ളാഹു നമുക്ക് കഴിവേറ്റി തരട്ടെ. അതുകൊണ്ട് ആ പിണക്കം മാറ്റണം, അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടണം. രണ്ടാമത്തെ നമ്പർ എണ്ണുന്നത് വലാ ഇലാ ഖാത്തി റഹ്മിൻ, കുടുംബബന്ധം മുറിച്ചവനിലേക്ക് നോക്കൂല. മറ്റേത് മൊത്തത്തിൽ പറഞ്ഞതാണ്, കുടുംബക്കാരുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. കൂട്ടുകാരുടെ പിണക്കമുണ്ട്, അയൽക്കാരുടേതുണ്ട്, സ്വന്തം തൊഴിലാളികൾ മുതലാളികളുണ്ട്, പരിചയക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സഹപാഠികളുണ്ട്, പലരുണ്ട്. അതേ സമയത്ത് ഇത് കുടുംബവുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. വലാ ഇലാ ഖാത്തി റഹ്മിൻ, കുടുംബ ബന്ധം വിച്ഛേദിച്ചവരിലേക്കും അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. അങ്ങനെ വല്ലതുമുണ്ടോ മാറ്റിക്കോ. മൂന്നാമത്തത്, നാലാമത്തത് വലാ ഇലാ മുസ്ബിലിൻ, ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചേച്ച് നടക്കുന്നവനുണ്ടോ? തീരുമാനമെടുത്തോ, അത് മാറ്റിക്കോ. അല്ലാഹു തആലാക്ക് തീരെ തൃപ്തിയില്ലാത്തൊരു സംഗതിയാണ്, കിബറന്മാരുടെ അടയാളമാണ്. ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ അല്ലാഹു അങ്ങനെ വലിച്ചു താഴ്ത്തിയിട്ടില്ലേ? ഇന്നും അവൻ ഭൂമിന്റെ അടിയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ബിലിൽ പെടണ്ട. അടുത്ത നമ്പർ നോക്ക്, വലാ ഇലാ ആഖിൻ വാലിദൈ, മാതാപിതാക്കളെ വെറുപ്പിച്ചവനിലേക്കും അല്ലാഹു ബറാഅത്തിന്റെ രാവിലെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. അല്ലാഹുവിന്റെ ഇത്ഖ് ലഭിക്കൂല. എത്ര ബറാഅത്ത് രാവ് കഴിഞ്ഞുപോയി. നമ്മളിപ്പോഴും ആ ഇത്ഖിന്റെ ലിസ്റ്റിൽ നമ്മൾ ഇടം നേടിയിട്ടില്ലേ? അല്ലാഹുവിന്റെ റഹ്മത്തിന് കാരണക്കാരായി ജീവിച്ചിട്ടില്ലേ? ഒന്ന് മാറിയേക്കണേ സഹോദരങ്ങളെ. ഇനി ഒരു ബറാഅത്ത് രാവ് വരുമോ എന്ന് നമുക്ക് കണക്കാക്കി കൂടാൻ കഴിയില്ല. അതുകൊണ്ട് ചിന്തിക്കണം. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവന് ഈ പുണ്യമാക്കപ്പെട്ട രാവിലും യാതൊരു അനുഗ്രഹത്തിനും ചാൻസ് ഇല്ല, പഴുതില്ല. അടുത്ത മെമ്പർ വലാ ഇലാ മുദ്മിനി ഖംദിൻ, മദ്യപാനിയിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. മദ്യപാനിയിലേക്ക് കടുത്തൊരു രോഗമാണ്, വല്ലാത്തൊരു അസുഖമാണത്. അതെ, അതിൽ നിന്ന് നിർത്തിയിട്ടൊരു ഖാലിസായ തൗബ. ഇനി അത്തരത്തിലൊരു വിഷയത്തിലേക്ക് തിരിയൂല, ഇനി അങ്ങോട്ടൊന്നും പോകൂല എന്ന നിശ്ചയത്തോടുകൂടെ നല്ലൊരു തൗബ. ആ തൗബയിലേക്കാണ് ഹൃദയം മുന്നോട്ട് വരേണ്ടത്. ഇത്രയും മെമ്പർമാരെ പറഞ്ഞപ്പോ കൂട്ടത്തിൽ മാതാപിതാക്കളെ വെറുപ്പിച്ചവനെയും പറഞ്ഞില്ലേ? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ സമ്മതം കൊടുക്കാത്ത, തങ്ങൾ ഏറ്റവും മഹബത്ത് വെക്കുന്ന ആളുകൾ, സ്വന്തം ബാപ്പാന്റെയും ഉമ്മാന്റെയും എതിർ പ്രശ്നത്തില്, ബാപ്പാന്റെയും ഉമ്മാന്റെയും അനിഷ്ടങ്ങളിൽ തങ്ങളോട് വന്നിട്ട് ബാപ്പങ്ങനെ ചെയ്തു, തങ്ങളെ കുറ്റം പറയുന്നുണ്ട്, തങ്ങളെ വല്ലാതെ എതിർക്കുന്നുണ്ട്, ഒന്ന് കൊല്ലട്ടെയോ എന്ന് ചോദിച്ചിട്ട് സമ്മതം കൊടുക്കാത്തത് പിതാവിന്റെ ബഹുമാനവും മാതാവിന്റെ ബഹുമാനവും തിരിച്ചറിയാനാണ്. എല്ലായ്പ്പോഴും അവൻ അനുസരിക്കണം. അല്ലാഹു പറഞ്ഞു, ബാപ്പയും ഉമ്മയും ശിർക്ക് ചെയ്യാൻ വേണ്ടി നിന്നെ നിർബന്ധിപ്പിച്ചാൽ നീ അനുസരിക്കരുത്, നിന്ന് കൊടുക്കരുത്. അവിടെയാണല്ലോ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു വിജയിച്ചത്. സ്വന്തം ഉമ്മ പറഞ്ഞു, മോനെ നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിശ്വസിച്ചോ? വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയാതെ മാറാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല. ഉമ്മാനെ
ശരീരം ഇങ്ങനെ ശുഷ്കിച്ചു വരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഉമ്മ ഭക്ഷണം കഴിക്കൂ, ഭക്ഷണം കഴിക്കൂ. ഉമ്മ പിടിച്ച ശാഠ്യത്തിലാണ്. ദിവസം 1 കഴിഞ്ഞു. പിന്നെയും പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഭക്ഷണം കഴിക്കണം, ശരീരം ക്ഷീണിക്കുന്നുണ്ട്, എനിക്ക് വിഷമമാകുന്നുണ്ട്, നീ ഇതിൽ നിന്നൊന്ന് മാറണം, നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൊണ്ട് അവിശ്വസിക്കണം, എന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കൂ. അല്ല ഉമ്മ, നിങ്ങൾ മാറണം, നിങ്ങളൊന്ന് ഭക്ഷണം കഴിക്കണം. 2ാമത്തെ ദിവസവും കഴിഞ്ഞു, 3ാമത്തെ ദിവസവും കഴിഞ്ഞു, ഉമ്മ ഭക്ഷണം കഴിക്കുന്നില്ല. ഉമ്മ ഒരേ ശാഠ്യത്തിൽ കഴിയുമ്പോ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ ഒരു കാര്യം അങ്ങ് പറയട്ടെ, അല്ലാഹു നിങ്ങൾക്ക് ഈ ശരീരം അങ്ങ് പോയി, പിന്നെ ഒരു ശരീരം അല്ലാഹ് തിരിച്ചു തന്നു എന്ന് കരുതിക്കോളൂ. ആ ശരീരം പോയിട്ട് പിന്നെയും ഒരു ശരീരം തന്നു. അങ്ങനെ 100 ശരീരം അല്ലാഹു നിങ്ങൾക്ക് മാറി മാറി തന്നാലും ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിശ്വസിക്കൂല. അത് നിങ്ങൾ കാത്തു കഴിയണ്ട. വിശ്വാസ രംഗത്തുള്ള ആദർശബോധത്തിന് മാറ്റം വേണ്ട. അത് മാതാപിതാക്കളോട് ചെയ്യുന്ന അനീതിയല്ല, അധർമ്മമല്ല, അത് നേരിന്റെ മാതൃകയാണ്. വിശ്വാസത്തിലുള്ള ഉറപ്പങ്ങ് കണ്ടപ്പോ ഇനി മാറൂല എന്ന് നേർക്കുനേരെ മനസ്സിലായപ്പോ ഉമ്മ വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു. എന്നാലും സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എന്റെ ഉമ്മാന്റെ ഹിദായത്തിന് തങ്ങൾ ദുആ ചെയ്യണം. ഇങ്ങനെ സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കിയത്, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. ശിർക്ക് വെക്കാൻ ബാപ്പയും ഉമ്മയും നിർബന്ധിപ്പിച്ചാൽ അനുസരിക്കേണ്ടതില്ല, എന്നാലും അവരോട് ബന്ധം മുറിക്കാൻ പാടില്ല. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. ദുനിയാവിൽ അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്യണം. ആര്? അവര് മുസ്ലിമല്ല. മുസ്ലിം അല്ലെങ്കിൽ ഉമ്മാനെ നോക്കാൻ പാടില്ലാന്നോ, ബാപ്പാനെ നോക്കാൻ പാടില്ലാന്നോ ഇസ്ലാമിനൊരു നിയമമില്ല. ബാപ്പയും ഉമ്മയും ഏത് മതസ്ഥരാണെങ്കിലും ദുനിയാവിൽ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യണം, ചെലവ് കൊടുക്കണം, ശുശ്രൂഷിക്കണം, ട്രീറ്റ്മെന്റ് ചെയ്യണം, ഖിദ്മത്ത് ചെയ്യണം, വേണ്ട ഒത്താശകളൊക്കെ ചെയ്യണം. പേടിയാകുന്നുണ്ട് മോനെ, നീ ഇന്നിവിടെ നിൽക്കൂ എന്ന് പറഞ്ഞാല് നിന്നോടാ പറയുന്നത് മുസ്ലിമല്ലാത്ത ബാപ്പയാണ്, മുസ്ലിമല്ലാത്ത ഉമ്മയാണ്. ഇസ്ലാം നിന്നോട് പഠിപ്പിക്കുന്നത് ബാപ്പ മുസ്ലിമല്ലല്ലോ പെട്ടെന്ന് അങ്ങ് പോകാമെന്നല്ല, അവിടെ നിന്ന് കൊടുക്കണം. ബാപ്പാക്ക് ഉമ്മാക്ക് കാവൽ കൊടുക്കണം. അവരെ കണ്ണീരിന് ഒരിക്കലും നമ്മൾ കാരണക്കാരാകരുത്. അവരെ മനസ്സിലെ വിഷമത്തിന് ഒരിക്കലും നമ്മൾ കാരണക്കാരാകരുത്. അവരെ സമ്മതത്തിന് വല്ലാത്തൊരു വിലയുണ്ട്. ബാപ്പാന്റെ ഉമ്മാന്റെ സമ്മതത്തിന് വല്ലാത്തൊരു വിലയുണ്ട്. ബാപ്പാന്റെയും ഉമ്മാന്റെയും ഒരു സമ്മതത്തിന് കാത്തുകഴിയാതെ ദുനിയാവിൽ അവൻ ഇഷ്ടപ്പെടുന്ന ഇണയോടുകൂടെ ഇറങ്ങിപ്പുറപ്പെടുന്ന പോയേക്കുന്ന പെങ്ങളുണ്ടോ, സഹോദരനുണ്ടോ? ഞാൻ ഒറ്റ കാര്യം ഉണർത്തട്ടെ, പരിശുദ്ധ ഇസ്ലാം അവർക്ക് നൽകിയ ബഹുമാനം ബാപ്പാന്റെയും ഉമ്മാന്റെയും സമ്മതമില്ലാതെ ജിഹാദിന് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല. എന്നു മാത്രമല്ല ഹജ്ജിന് വരെ. ഹജ്ജ് അത്ര വലിയ അമലാണ്. പക്ഷേ ബാപ്പാന്റെ ഉമ്മാന്റെ സമ്മതമില്ലാത്ത രൂപത്തിൽ നീ ഹജ്ജിനോ കച്ചവടത്തിനോ വേറെ ഏതെങ്കിലും മാർഗത്തിനോ സിയാറത്തിനോ ഇറങ്ങിപ്പുറപ്പെടാൻ പറ്റുമോ? ഇല്ല. അവരെ സമ്മതത്തിന് വലിയ വിലയുണ്ട്. എന്നു മാത്രമല്ല, നിങ്ങൾ നോക്ക്, അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ഒരു ലോകമുണ്ട്, അറാഫ്. സ്വർഗമല്ല നരകമല്ല, ബൈനഹുമാ ഹിജാബുൻ വഅലൽ അറാഫി റിജാലുൻ യഅരിഫൂന കുല്ലം ബിസിമാഹും. സ്വർഗ നരകത്തിനിടയിൽ ഒരു കുന്നുണ്ട്, ഒരു മറയുണ്ട്, ഒരു ഹിജാബുണ്ട്. അറാഫ് എന്ന അതിന്റെ പേര്. സ്വർഗത്തിന്റെ അത്ര സന്തോഷമില്ല, നരകത്തിന്റെ അത്ര തീക്ഷ്ണതയുമില്ല. നരകത്തിലേക്ക്, നരകക്കാരിലേക്ക് ആറാഫുള്ളവർ ഒന്നിങ്ങനെ അടുപ്പിച്ചു വെക്കുമ്പോഴേക്ക് അവർ പറയും, റബ്ബനാ ലാ തജഅൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ. പടച്ചോനെ, അവരെ കൂട്ടത്തിൽ ഏതാണ്ട് ഞങ്ങൾക്ക് ചേരാൻ നീ വകുപ്പുണ്ടാക്കരുത്. സ്വർഗത്തിലേക്ക് അവർ കടക്കാൻ കൊതിയുണ്ടോ? കൊതിയുണ്ട്. അവർ സ്വർഗത്തിലെത്തുമോ? യത്തൂല ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ. സ്വർഗത്തിൽ അവർ പ്രവേശിക്കൂല. വല്ലാത്ത താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷേ പ്രവേശിക്കൂല. ആ അറാഫിൽ വിവിധ ആളുകളുണ്ട്. കൂട്ടത്തിൽ ഒരു മെമ്പർമാർ ആരാന്നറിയോ നിങ്ങൾക്ക്? ശുഹദാക്കളാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയിട്ട് ഒരു തുള്ളി രക്തം അങ്ങോട്ട് താഴോട്ടുറ്റിയാൽ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശുഹദാക്കൾ എങ്ങനെ ആറാഫിലെത്തിയത്? സ്വർഗത്തിലേക്ക് പോകാനുള്ള ബഹുമാനല്ലേ? ഇല്ല. നരകത്തിൽ കൊണ്ടുപോയിടാൻ പറ്റൂലല്ലോ, ശുഹദാക്കളല്ലേ.
അവരവിടെ എത്താനുള്ള കാരണം ബാപ്പാന്റെ ഉമ്മാന്റെ സമ്മതത്തിന് കാത്തുകഴിയാതെ ജിഹാദിന് പുറപ്പെട്ട് ഷഹീദായതാ. ആ സമ്മതത്തിന് എന്തൊരു വിലയുണ്ട്. പിന്നെയാണോ നിന്റെ കല്യാണം, പിന്നെയാണോ സഹോദരാ നിന്റെ ഒളിച്ചോട്ടം, നിന്റെ പ്രാണപ്രേയസിയുമായിട്ടുള്ള സല്ലാപം, നിന്റെ നാടും ദണ്ഡിയുള്ള തിരിഞ്ഞുള്ള പോക്ക്, അതിനെന്തൊരു പരിഗണന ലഭിക്കാനാണ്? അർഹിക്കുന്ന ശിക്ഷ ദുനിയാവിൽ നിന്ന് വാങ്ങിയിട്ട് അല്ലാഹു തിരിച്ചേക്കുന്ന ഒരു വിഭാഗം മാതാപിതാക്കളെ വെറുപ്പിച്ചവരല്ലേ. കുല്ലുദ്ദുനൂബി മുഅഖറത്തുൽ ലിഅജ്ലിഹാ, എല്ലാ പാപങ്ങളും പിന്തിക്കപ്പെട്ടേക്കാം. അതേ സമയത്ത് ഇല്ലൽ ആഖലിൽ ഉഖൂഖലിൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത്, അവരെ വിഷമിപ്പിക്കുന്നത്, സങ്കടപ്പെടുത്തുന്നത് ഒഴികെ ഫഇന്നഹു യുഅജ്ജിലുഹു ലിസാഹിബിഹി ഫിദ്ദുനിയാ, ദുനിയാവിൽ തന്നെ അല്ലാഹു തആല നേരത്തെ കൊടുക്കും. ദുനിയാവിൽ തന്നെ അല്ലാഹു നേരത്തെ കൊടുക്കും. അത് ലാസ്റ്റ് പോയിന്റിലാണെങ്കിലും ഒരു പക്ഷേ അങ്ങനെ കാണേണ്ടി വരും. താബീയങ്ങളിൽപ്പെട്ട മഹാന്മാർ ഒരു വഴിക്ക് നടന്നു പോകുമ്പോ ഒരു ഖബർ കാണുന്നു. ആ ഖബറിന്റെ ഉള്ളിൽ ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന റിപ്പോർട്ടിൽ കാണാം, ഖബർ ഇങ്ങനെ പൊട്ടിപ്പിളർന്ന് ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു രൂപം പുറത്തേക്ക് വരുന്നു. തല നോക്കുമ്പോ മനുഷ്യന്റെ തലയാണ്, ബോഡി നോക്കുമ്പോ തല നോക്കുമ്പോ കൈതന്റെ തലയാണ്, ബോഡി നോക്കുമ്പോ മനുഷ്യന്റെ ബോഡിയാണ്. എന്നിട്ട് 1, 2, 3 ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് വീണ്ടും ഉള്ളിലേക്ക് പോയി. ഖബർ അങ്ങനെ മൂടിപ്പോയി. പോകുന്ന ആൾക്കാർ ഇത് കണ്ടു പേടിച്ച്, പടച്ചോനെ എന്താ ഇപ്പൊ കാണുന്നത്? ഒരു ഖബർ പൊട്ടി വന്നതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യനുമല്ല. താഴോട്ട് നോക്കുമ്പോ മനുഷ്യനാണ്, മുഖം നോക്കുമ്പോ കഴുതയാണ്. ആശങ്കയോടെ നിൽക്കുമ്പോ അവര് നോക്കുന്ന ആൾക്കാർ പറഞ്ഞു, അതാ ആ വീട്ടിലുണ്ട് ഒരു ഉമ്മ, ആ ഉമ്മാനോട് പോയി ചോദിച്ചാൽ അതിന്റെ ചരിത്രം ഫുൾ അറിയും. താബീയങ്ങളിൽപ്പെട്ട മഹാന്മാരങ്ങോട്ട് നടന്നു, ഉമ്മാനോട് ചോദിച്ചു എന്താ സംഭവം. ഉമ്മ പറഞ്ഞു, പുറത്തുനിന്ന് നല്ലോണം ഫിറ്റായി കുടിച്ചിട്ട് മതിച്ചിട്ട് സുഖിച്ചിട്ടൊക്കെ വരുന്ന മകൻ, ആ മകനോട് പലപ്പോഴും ഞാൻ പറയുമ്പോ മോനെ നീ ശബ്ദിക്കല്ല, നീ ഒച്ചപ്പാടുണ്ടാക്കല്ല എന്ന് പറയുന്ന സമയത്ത് മകൻ തിരിച്ചൊരു മറുപടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്തൻഹഖീന കമാ തൻഹഖുൽ ഹിമാർ, കഴുത ശബ്ദിക്കും പോലെ ശബ്ദിക്കുകയാണോ തള്ളേ എന്നെ വിളിച്ച് എന്റെ മകൻ ആക്ഷേപിച്ചു, പരിഹസിച്ചു. അങ്ങനെ പരിഹസിച്ചൊരു ദിനം എന്റെ മകൻ മരണപ്പെട്ടു. പിന്നെ എല്ലാ ദിവസവും ഖബറിൽ നിന്ന് കാണുന്ന കാഴ്ചയാണിത്. പുറത്തേക്ക് വന്നിട്ട് ഈ ശിക്ഷ വെളിവാക്കുകയാണ്. ഫഇന്നഹു യുഅജ്ജിലുഹു ലിസാഹിബിഹി ഫിദ്ദുനിയാ, ബാപ്പാനെ ഉമ്മാനെ സങ്കടപ്പെടുത്തിയാൽ, അവരെ വിഷമപ്പെടുത്തിയാൽ, അത് സമ്പത്തിന്റെ പേരിലാകട്ടെ, സൗകര്യങ്ങളുടെ പേരിലാകട്ടെ, സമയത്തിന്റെ പേരിലാകട്ടെ, ആവശ്യങ്ങളുടെ പേരിലാകട്ടെ, ബാപ്പാനെ ഉമ്മാനെ സങ്കടപ്പെടുത്തിയാൽ അതിന്റെ തിക്തഫലം ദുനിയാവിൽ നിന്ന് അനുഭവിച്ചു പോകും. അത്രയും കടുപ്പമേറിയ വിഷയമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബാപ്പാനെ ഉമ്മാനെ പൊരുത്തം വാങ്ങണം. അതിലാണ് അല്ലാഹുവിന്റെ റിളയുള്ളത്. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. ഉമ്മാക്ക് ഒന്നുകൂടി സ്ഥാനം കൂടുതലുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന സ്വഹാബി ചോദിച്ചൊരു സ്വഹാബിയില്ലേ, മന്നഹഖുന്നാസി ബിഹുസ്നി സ്വഹാബതി, നല്ലോണം ഇടപഴകാൻ ജനങ്ങളിൽ ഞാൻ ഏറ്റവും ബന്ധപ്പെട്ടത് ആരാണ്? നല്ല സഹവർത്തിത്വത്തിന് ജനങ്ങളിൽ ഏറ്റവും ഞാൻ അവകാശപ്പെട്ടത്, കടമപ്പെട്ടത് ആരാണ്? ഉമ്മുക. തങ്ങൾ പറഞ്ഞു നിന്റെ ഉമ്മയാണ്. പിന്നെ ആരാണ്? പിന്നെയും പറഞ്ഞു ഉമ്മുക, നിന്റെ ഉമ്മയാണ്. പിന്നെയും ചോദിച്ചു പിന്നെ ആരാണ്? ഉമ്മുക, നിന്റെ ഉമ്മയാണ്. പിന്നെയും ചോദിച്ചു പിന്നെ ആരാണ്? നാലാമതായി പറഞ്ഞു അബൂക്ക്, നിന്റെ ബാപ്പയാണ്. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? ബാപ്പ അനുഭവിക്കാത്ത 3 ഘട്ടങ്ങൾ, ഒരു ബാപ്പയും തരണം ചെയ്യാത്ത 3 അവസ്ഥകൾ ഉമ്മമാരെ തരണം ചെയ്യുന്നുണ്ട്. ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട് നമ്മളോട്. ഹമലതുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹാ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ. ഗർഭധാരണം അത് വല്ലാത്തൊരു പ്രതിസന്ധി ഉള്ളതാണ്. പ്രസവം വല്ലാത്തൊരു വിഷമമാണ്. അതിനുശേഷമുള്ള 2 വർഷത്തെ ശിക്ഷണം മുലയൂട്ടുന്നത്. ഈ പ്രതിസന്ധികളൊന്നും ബാപ്പ തരണം ചെയ്യുന്നില്ല. ആ പ്രതിസന്ധികൾക്ക്, ആ ഒരു നേരെ ചൊവ്വയുള്ള കടമകൾക്ക് ഉമ്മാനോട് സഹവാസം കൂടുതലുണ്ട്, കടമകൾ കൂടുതലുണ്ട്. ഉമ്മാന്റെ കണ്ണീരും ബാപ്പാന്റെ കണ്ണീരും ഒരുപോലെയല്ല.
മാറ്റമുണ്ട്. നീ ബാപ്പാനെ നോക്കിയിരുന്നു, ബാപ്പയിൽ നിന്ന് നിനക്ക് ഒരുപാട് കിട്ടാനുണ്ടായിട്ട് ഉമ്മയാണ് ഇപ്പൊ നിന്റെ വക്കലുള്ളത്. ഉമ്മാനെ കൊണ്ട് സ്വർഗത്തിൽ പോകണം, ഉമ്മാക്ക് ഖിദ്മത്തെടുത്തിട്ട് സ്വർഗം വാങ്ങണം. ദുനിയാവും തന്നെ സ്വർഗം വാങ്ങിയ ആളുകളില്ലേ? നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമും ജിന്നുകളും യാത്ര പോകുമ്പോ സുലൈമാൻ നബിന്റെ കൂടെ ഏതെല്ലാം ജിന്നുകളുണ്ട്? നല്ല മുങ്ങൽ വിദഗ്ധന്മാരുണ്ട്, നല്ല നിർമ്മാതാക്കളുണ്ട്. വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ജിന്നുകളുണ്ട്, ശൈത്താന്മാരുണ്ട്. നല്ല നല്ല ഹൈടെക്, നല്ല ഹൈറ്റ് പുരോഗതി പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ കാണുന്ന അമ്പരചുംബികളായ ഗോപുരങ്ങൾ അന്ന് പെട്ടെന്ന് നിർമ്മിച്ചു കൊടുക്കുന്ന നല്ല നിർമ്മാതാക്കളുണ്ട്, അതിന് നല്ല കഴിവുള്ളവരുണ്ട്. എത്രയോ ആഴിയിലേക്ക് കപ്പലിൽ വെച്ച് ഉപകരണങ്ങൾ ഘടിപ്പിച്ച് മുങ്ങാൻ ആളുകൾക്ക് സാധിക്കാത്ത വിധത്തിലും കടലിന്റെ ആഴിയിലേക്ക് മുങ്ങിപ്പോകുന്ന മുങ്ങൽ വിദഗ്ധന്മാരുണ്ട്. നല്ല സ്വർണങ്ങളും നല്ല മുത്തും ചിപ്പിയും ഒക്കെ കൊണ്ടുവരാൻ കഴിയുള്ളവരുണ്ട്. അങ്ങനെയുള്ള വൻ വിഭാഗവുമായിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം യാത്ര പോകുന്നു. സമുദ്ര തീരത്തെത്തുമ്പോൾ ഈ സമുദ്രത്തിൽ വല്ല അത്ഭുതങ്ങളും ഉണ്ടോ എന്ന് അല്ലാഹുവോട് ചോദിച്ചപ്പോ ഒന്ന് മുങ്ങി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിദഗ്ധരായ കുറച്ച് ആൾക്കാർ താഴോട്ട് പോയി, തിരിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. പിന്നെ അടുത്തൊരു ടീം താഴോട്ട് പോയി, അവരും തിരിച്ചു വരുന്നു. പിന്നെ കുറച്ചുകൂടി മികവുള്ള ആൾക്കാർ താഴോട്ട് പോയി. അവരതാ വല്ലാത്തൊരു കൊട്ടാരം മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നു, പൊക്കിക്കൊണ്ടുവരുന്നു. ആ കൊട്ടാരം കടലിനടിയിൽ നിന്നാണ്. ആ കൊട്ടാരത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം നോക്കി, ഉള്ളിലേക്ക് വെള്ളമെത്തിയിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് മനസ്സിലാക്കണം. ഉള്ളിലേക്ക് വെള്ളമെത്തിയിട്ടുണ്ടോ? വെള്ളമെത്തിയിട്ടില്ല. ഉള്ളിൽ ആരാണുള്ളത്? ചുങ്കും ചൊറുക്കുമുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ, കാണാൻ നല്ല സൗന്ദര്യമുണ്ട്. അദ്ദേഹം ഇബാദത്തിലാണ്. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം പെർമിഷനോടുകൂടെ ഉള്ളിലേക്ക് കയറി. സുലൈമാൻ നബി അലൈഹിസ്സലാം മുസാഫഹത്ത് ചെയ്തു. ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ? ഒന്നുമല്ല, ഇതെന്റെ ഉമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ സമ്മാനമാണ്. എന്തേ കാരണം? എനിക്കൊരു ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നു. വല്ലാത്ത ക്ഷീണമായിരുന്നു. എന്റെ പ്രായപൂർത്തി എത്തിയതോടുകൂടെ രണ്ടുപേരും തളർന്നു. ബാപ്പാനെയും ഉമ്മാനെയും പൊന്നുപോലെ നോക്കുന്ന മക്കളുണ്ട്. അവർക്ക് എന്തെങ്കിലും വിഷമമായിട്ട് അവർ കരയുകയാണെങ്കിൽ കണ്ണീര് തുടച്ച് എന്റെ ഉമ്മ കരയരുത്, എനിക്കത് സഹിക്കാൻ പറ്റൂല. എന്റെ ബാപ്പ കരയരുത്, എനിക്കത് സഹിക്കാൻ പറ്റൂല എന്ന നിലക്ക് നെഞ്ചോട് ചേർത്തവരെ സമാധാനിപ്പിക്കുന്ന മക്കളുണ്ട്. ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട്. സന്തോഷമാണ്, പൊരുത്തമാണ്. ആ ബാപ്പാനെയും ഉമ്മാനെയും നോക്കിയതിനുള്ള ഒരു പൊരുത്തം ദുനിയാവിൽ മാത്രം തന്നല്ലാഹു തീർക്കൂല. ആഖിറത്തിലെത്തുമ്പോ അതിന്റെ സന്തോഷങ്ങൾ വേറെ കാണാനുണ്ട്. ഈ ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ ഉമ്മാക്കും ബാപ്പാക്കും വല്ലാത്ത ക്ഷീണമായിരുന്നു. രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് നോക്കിയിരുന്നു, പോറ്റി വളർത്തിയിരുന്നു. അങ്ങനെ ബാപ്പ മരണപ്പെട്ടു. പെട്ടെന്ന് ബാപ്പ മരണപ്പെടുന്ന സമയത്ത് ബാപ്പ ദുആ ചെയ്തത്, അല്ലാഹുവേ, എന്റെ മകന് നീ ഒരുപാട് ആയുസ് കൊടുക്കണം. ഞങ്ങൾക്ക് ശുശ്രൂഷയിലായിട്ട് നിനക്ക് വേണ്ട ഇബാദത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സ്വന്തമായി സ്വച്ഛന്തമായി ഒരാളുടെയും ശല്യമില്ലാത്ത രൂപത്തില് എന്റെ മകന് ഇബാദത്തെടുക്കാൻ നീ സൗകര്യം കൊടുക്കണം. ബാപ്പ ദുആ ചെയ്തു. മരിക്കുന്നതിന്റെ മുന്നോടിയായി പിന്നെ ഉമ്മാനെ നോക്കി. ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത സമയത്ത് ഉമ്മയും പറഞ്ഞു, അല്ലാഹ്, ഒരു പിശാചിനും ശല്യം നൽകാത്ത വിധം നല്ല സൗന്ദര്യത്തോടുകൂടെ, നല്ല ഭക്ഷണത്തോടുകൂടെ, നല്ല ആരോഗ്യത്തോടുകൂടെ, ജനങ്ങളെ ദൃഷ്ടിയിലൊന്നും പെടാത്ത ഒരു സ്ഥലത്ത് എന്റെ മകന് നല്ലൊരു കൊട്ടാരം കൊടുത്തിട്ട് നീ അവന് സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ഉമ്മയും അങ്ങ് മരണപ്പെട്ടപ്പോ ഞാൻ ഈ കാണുന്ന സമുദ്ര തീരത്തെത്തി ഒന്ന് സന്തോഷം കൊള്ളാൻ. അങ്ങനെ ഈ സമുദ്ര തീരത്തെത്തിയപ്പോ ഇതിന്റെ മുകളിലേക്ക് ഈ കാണുന്ന കെട്ടിടമുണ്ടല്ലോ, ഈ വല്ലാത്ത ഒരു കൊട്ടാരമുണ്ടല്ലോ, മുകളിലേക്ക് വന്നു. കവാടങ്ങൾ ഓട്ടോമാറ്റിക്കായി തുറന്നു. എന്നോട് അങ്ങോട്ട് കടക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങ് കടന്നു. പിന്നെ താടിയിലേക്ക് പോയി. ഉസ്താദേ, നിങ്ങൾ ചോദിക്കും, കടലിനടിയിൽ അങ്ങനെ ശ്വാസമുണ്ടോ? ആ കടലിനടിയിൽ തന്നെയല്ലേ മത്സ്യങ്ങൾ നടക്കുന്നത്, വലിയ വലിയ മത്സ്യങ്ങൾ നീന്തുന്നത്. ആരാണ് അവർക്ക് ശ്വാസം കൊടുക്കുന്നത്? റബ്ബല്ലയോ, അല്ലാഹു അല്ലയോ? അല്ലാഹുവിന്റെ കഴിവിന് വല്ല പരിധിയും പരിമിതിയും ഉണ്ടോ? ബാപ്പ ചോദിച്ചാൽ, ഉമ്മ ചോദിച്ചാൽ കിട്ടാത്ത ഒരു സുഖവും ഇല്ല. അതിനവരെ പൊരുത്തം വേണം.
വേണം, അവരുടെ സന്തോഷം വേണം. അവരുടെ സന്തോഷം നമ്മൾ കാണണം. അവരെ സമാധാനത്തോടെയുള്ള ഖിദ്മത്ത് വേണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആ ബാപ്പാന്റെ ഉമ്മാന്റെ ഖിദ്മത്തിന് എത്ര കോടിക്കണക്കിന് ചെലവഴിക്കേണ്ടി വന്നാലും സഹോദരാ നഷ്ടമാകൂല. ദുനിയാവിലും നഷ്ടമാകൂല, ആഖിറത്തിലും നഷ്ടമാകൂല. മുഴുവനും ലാഭം തന്നെ. നിങ്ങൾ നോക്കി, ചെറുപ്പക്കാരനോട് സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഭക്ഷണമൊക്കെ എന്താണ്? അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം ഇങ്ങനെ തോന്നിയാൽ മേശപ്പുറത്തേക്ക് നോക്കിയാൽ മതി, ഭക്ഷണം എത്തിയിട്ടുണ്ടാകും. നല്ല ഭക്ഷണം, നല്ല ഫ്രഷ് മാംസം, ഫ്രഷ് മത്സ്യം. ലഹ്മൻ ത്വരി എന്ന് ഖുർആൻ പറഞ്ഞതിനെ പറ്റി. ലഹ്മൻ ത്വരി എന്ന് പറഞ്ഞ ഫ്രഷ് മാംസം എന്നല്ലേ? അത് അള്ളാഹു പറഞ്ഞത് മാംസത്തെ പറ്റിയല്ല, മത്സ്യത്തെ പറ്റിയാണ്. നല്ല കേടൊന്നുമില്ലാത്ത സുന്ദരമായ മത്സ്യങ്ങൾ വേണ്ട. മറ്റു ഭക്ഷണങ്ങളൊക്കെ മേശപ്പുറത്തുണ്ടാകും. ഞാനത് കഴിക്കും, പിന്നെ അത് ഉയർന്നു പോകും. പിന്നെ എനിക്ക് നല്ല ശുദ്ധമായ പാനീയം കിട്ടും. ഞാൻ ഇതിന്റെ ഉള്ളിൽ അങ്ങനെ ഇബാദത്തുണ്ട്, സന്തോഷത്തോടെ കഴിയാണ്. നിങ്ങൾ നമ്മളെ കൂടെ പോരണോന്ന് ചോദിച്ചു സുലൈമാൻ നബി അലൈഹി സ്വലാം. ഇല്ല, ഞാൻ ഇങ്ങോട്ട് തന്നെ പോകാണ്. എന്നെ താഴോട്ട് തന്നെ നിങ്ങൾ ഉയർത്തിയതുപോലെ താഴോട്ട് തന്നെ ആക്കി തന്നത്, ഞാൻ അങ്ങോട്ട് തന്നെ പോയിക്കോളാം. എന്തൊരു സന്തോഷാണ്. നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹി സ്വലാം ചിന്തിച്ചു. ദീർഘായുസ് നോക്ക് നിങ്ങൾ. ബാപ്പാനി ഉമ്മാക്കും ഖിദ്മത്തെടുക്കുന്ന മക്കൾക്ക് ദീർഘായുസ്. ബറാത്ത് രാവിലെ മാത്രം ദ്വാരക്കുന്നവർക്കല്ല ദീർഘായുസ് ഉള്ളത്. ബാപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്തെടുക്കുന്ന മക്കൾക്ക് എത്ര ദീർഘായുസാ, എത്ര കാലാ കിട്ടിയത്? സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങൾ ഏത് കാലത്താണ്? അപ്പൊ ഇങ്ങനെ കൂട്ടി നോക്കുമ്പോ, അവർ കാലം കൂട്ടി നോക്കുമ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അപ്പുറത്ത് 2000 വർഷം അപ്പുറത്ത് ജീവിച്ചതാണ്. അല്ലാഹു തആല കൊടുത്ത ആയുസ് എത്രയാണ്? എത്രയാണ് റബ്ബ് തആല കൊടുത്ത ആയുസ് ആ ചെറുപ്പക്കാരന്? പക്ഷെ ഇപ്പോഴും കാണുമ്പോ 18ന്റെ പവറിലാ ഉള്ളത്. കാരണം ബാപ്പാന്റെ തേട്ട അങ്ങനെ, ഉമ്മാന്റെ തേട്ട അങ്ങനെയാണ്. സ്വർഗം വരെ കൊടുത്തിട്ടില്ലേ സഹോദരങ്ങളെ? ഞാനത് വിശദമായി പറയുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ബാപ്പാനെ ഉമ്മാനെ നോവിക്കരുത്. നിസ്സാര പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും പ്രായാധിക്യം കൂടുമ്പോ പലപ്പോഴും നമ്മൾ ക്ഷമ പാലിക്കണം. പറഞ്ഞേ തന്നെ വാപ്പ വീണ്ടും പറയും, ചോദിച്ച എന്നെ വീണ്ടും ചോദിക്കും. രാവിലെ സംഗതി ചോദിച്ചു, ഉച്ചക്കെന്നെ ചോദിക്കും, വൈകുന്നേരം വീണ്ടും ചോദിക്കും. കലി കയറാൻ പാടില്ല. കുട്ടിക്കാലത്തൊരു സംഗതി തന്നെ നീ വാപ്പാനോട് എത്ര വട്ടം ചോദിച്ചിട്ടുണ്ട്? 12-20 വട്ടം ചോദിച്ചിട്ടുണ്ട്. നിന്നെ എടുത്ത് വാപ്പ മുറ്റത്തേക്ക് എറിഞ്ഞോ? നിന്നെ വാപ്പ തല്ലിയോ ശകാരിച്ചോ? ഇല്ലല്ലോ. ഒരേ സംഗതി തന്നെയല്ലേ ചോദിച്ചത്. ബാപ്പ എന്താണ് ആ റോട്ടിലൂടെ പോകുന്നത്? അത് ബസ്സാണ്. അതേ രൂപം പിന്നെയും കണ്ടപ്പോ മോൻ ചോദിച്ചു, ബാപ്പ അപ്പൊ ഇതെന്താ? അതും ബസ്സാണ് മോനെ. പിന്നെ അതോ? അതും ബസ്സാണ്. ഏതെങ്കിലും ഒന്നിന് ദേഷ്യം പിടിച്ച് വാപ്പയും മോനോട് പറഞ്ഞു. പ്രായാധിക്യം കൂടിയപ്പോ അവർക്ക് ഇങ്ങനെ ഓർമ്മക്കുറവ് മറ്റൊക്കെ ഉണ്ടാവുമല്ലോ. രാവിലെ ചോദിച്ചൊരു സംഗതി, അല്ല നമ്മളെ മോളെ കല്യാണം, മോളെ കുട്ടിന്റെ കല്യാണം 1-ാം തീയതി അല്ലേ? ആ 1-ാം തീയതിയാണ്. നിങ്ങളൊക്കെ പോകുന്നില്ല, എല്ലാരും പോകുന്നു. ഉച്ചക്ക് പിന്നെയും ചോദിച്ചു ഇതന്നെ. ഈ ബാപ്പാനെ കൊണ്ട് കുടുങ്ങിയല്ലോ, അങ്ങനെ പറയരുത്. ഈ ഉമ്മാനെ കൊണ്ട് തോറ്റല്ലോ, അങ്ങനെ പറയരുത്. വിഷമമാകുന്നൊരു വാക്കും പറയരുത്. അവരെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന ഒരൊറ്റ വാക്ക് നമ്മളെ വാക്കിൽ നിന്ന് വന്നു പോകരുത്. അതുകൊണ്ടാണ് ഖുർആൻ അത് എടുത്തു പറഞ്ഞത്. പ്രായാധിക്യത്തിലെത്തുമ്പോ തൊള്ളയിലൂടെ പെട്ടെന്ന് വന്നു പോകും. അള്ളാഹു അതല്ലേ മുമ്പന്തിച്ച് പറഞ്ഞത്? സമ്പത്തിന്റെ വിഷയമല്ലല്ലോ. എന്നിട്ട് പറഞ്ഞിട്ട് അല്ലാഹ് എന്താ പറഞ്ഞ? ഭക്ഷണം കൊടുക്കണം എന്നാണോ? ഫലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ. മനസ്സ് വേദനിപ്പിക്കുന്നൊരു വാക്കും പറയരുത്. ചെറുതാകട്ടെ വലുതാകട്ടെ മനസ്സിനെ മടുപ്പിക്കുന്നൊരു വാക്കും പറയരുത്. അഥവാ അങ്ങനത്തെ വല്ല വാക്കും പറയുമ്പോ അവരെ മനസ്സിൽ തട്ടിയിട്ടൊരു വിഷമം തോന്നിയാൽ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല, ആ വിഷമം നീ ഏൽക്കേണ്ടി വരും. സന്തോഷമുള്ള വാക്കുകളാ നിനക്ക് വേണ്ടത്. സന്തോഷമുള്ള റാഹത്തുള്ള വാക്കുകളാണ് അവരിൽ നിന്ന് വേണ്ടത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ. നല്ല ബഹുമാനമുള്ള മാന്യതയുള്ള വാക്ക് പറയണം. എന്നിട്ട് അവർക്ക് വേണ്ടി നീ ദുആ ചെയ്യണം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ. അല്ലാഹു തആല പറഞ്ഞു, നോക്ക് നിങ്ങൾ എങ്ങനെയാ ബാപ്പാക്കും ഉമ്മാക്കും കീഴ്പ്പെട്ട് ജീവിക്കേണ്ടത്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ. നീ എത്ര ഉയരത്തിലാണെങ്കിലും ബാപ്പ മുകളിലാണ്. ബാപ്പാക്ക് നിന്നെ പോലെ വായിക്കാൻ അറിയില്ല, ഉമ്മാക്ക് നിന്നെ പോലെ എഴുതാൻ അറിയില്ല, നിന്റെ ഭാഷ പോലെ ഭാഷകളും അറിയില്ല, നിന്റെ ഇൽമു പോലെ ഇൽമൊന്നുമില്ല. എന്നാലും നീ അവരെ മുന്നിൽ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സന്തോഷത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. നീ എപ്പോഴും താഴ്ചയിലാകണം. നീ എത്ര വലിയ ആലിമാണെങ്കിലും, എത്ര വലിയ സയ്യിദാണെങ്കിലും, എത്ര വലിയ ഉയർന്ന ആളാണെങ്കിലും, ബാപ്പാക്ക് ബാപ്പാന്റെ ബഹുമാനം, ഉമ്മാക്ക് ഉമ്മാന്റെ ബഹുമാനം, അവരെ കീഴിൽ നിൽക്കണം.
അവരെ മുന്നിലൂടെ നടക്കാൻ നമുക്ക് പെർമിറ്റ് തരാത്തത് ബാപ്പയും ഉമ്മയും എപ്പോഴും അടിക്കുന്നത് കൊണ്ടാണോ? അല്ല, ബഹുമാനം കൊണ്ടാണ്. അവര് നിൽക്കുന്ന സമയത്ത് ഇരിക്കരുത് എന്ന് പറഞ്ഞ ബഹുമാനം കൊണ്ടാണ്. അവരെ മുന്നിലേ ബഹുമാനത്തിന്റെ കേടായിരുത്തം ഇരിക്കരുത് എന്ന് പറഞ്ഞ ബഹുമാനം കൊണ്ടാണ്. അവര് നിൽക്കുമ്പോ അവര് വിഷയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇടയിൽ കയറി സംസാരിക്കരുത് എന്ന് പറഞ്ഞ ബഹുമാനം കൊണ്ടാണ്. എല്ലാം ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ബാപ്പാക്ക് ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത് ദുനിയാവും ആഖിറും വിജയിപ്പിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവർക്ക് നല്ലോണം ഖിദ്മത്തെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തൊക്കെ പാകപ്പെടുത്തി ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അവരെ പേരിൽ നമ്മൾ സഹിക്കേണ്ടി വന്നാലും ആ സഹിക്കുന്നതൊക്കെ ലില്ലാഹി തആല അല്ലാഹുവിന്റെ റിളക്ക് വേണ്ടി കുറച്ചു കാലം സഹിച്ചാൽ മതിയല്ലോ എന്ന നിൽക്കാരും ഖിദ്മത്തെടുക്കണ്ട. അതിലൊന്നൊരു കാര്യമില്ല. എത്ര കാലം റബ്ബേ എൻ്റെ ബാപ്പാനെ ഉമ്മാനെ നീ എൻ്റെ പക്കൽ ഇങ്ങനെ തരുന്നു, അത്രയും കാലം പിന്നുപോലെ നോക്കും. ചെലവ് തരാൻ നീയല്ലേ തന്നത്, നീ തന്നങ്ങനെ കൊടുക്കും. ഇനിയും നീ തരും, നീ തന്നങ്ങനെ കൊടുക്കും. അല്ലാതെ അവരെ നോക്കിയിട്ട് ബാപ്പാനും ഉമ്മാനെ നോക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാന്ന് ചിന്തിച്ചാൽ പിന്നെന്താ ഉണ്ടാകുക? വരുമാനം മാത്രം നോക്കിയിട്ട് ബാപ്പാനും ഉമ്മാനെ ഖിദ്മത്ത് എടുക്കാൻ പറ്റും? അത് പറ്റൂല. ഒരൊറ്റ വരുമാനമില്ലെങ്കിലും നമ്മുടെ ഖൽബിൽ നൽകുന്ന സ്നേഹമില്ലേ, സ്നേഹത്തിന്റെ വാക്കുകളില്ലേ, സമീപനങ്ങളില്ലേ, അതാണ് നമുക്ക് വേണ്ടത്. അതാണ് ഖുർആൻ ഒറ്റ വാക്കിൽ അല്ലാഹു നമ്മെ പഠിപ്പിച്ചത്. വഖ്ഫിൽ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ, അതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ബഹുമാനമുള്ള അല്ലാഹുവിന്റെ ഒരു മഖ്ലൂഖുല്ല. അള്ളാഹുവിന്റെ ഖൽഖിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്, ഏറ്റവും ബഹുമാനമുള്ളത് അക്രമുൽ ഖൽഖ്, അഷ്റഫുൽ ഖൽഖ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും എണീറ്റ് വന്ന് ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു നിർത്തുക. ഇൻഷാ അല്ലാഹ് ബുദ്ധിമുട്ടാക്കുന്നില്ല. ഒന്നും വരും ദ്വാരക്കാനാ വെള്ളിയാഴ്ച രാവല്ലേ. നിങ്ങളിങ്ങനെ ഇരിക്കണ്ട, കുറേ നേരം വാല് പറഞ്ഞു പിന്നെ കുറച്ച് ഞാൻ ട്രെയിനും പോയി പോകും. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച രാവാണല്ലോ, ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ അടുത്തേക്ക് വരും, അല്ലാത്തവർ തൊട്ടടുത്ത് കസേര ഇരുന്നാലും മതി. ഒരൊറ്റ കാര്യം പറയാനാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിലേക്ക് തങ്ങൾ അടുത്തേക്ക് വരുന്നു. അവിടുത്തെ ഉമ്മയായ അവിടുത്തേക്ക് മുലയൂട്ടിയ സയ്യിദത്തുനാ ബീവി ഹലീമ റളിയല്ലാഹു തആല അൻഹ അടുത്തേക്ക് വരുന്നു. തങ്ങളെ സദസ്സിൽ ഒന്ന് വന്നിരിക്കാനാണ് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വരുന്നത്. പക്ഷേ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വരുമ്പോ സദസ്സിൽ എവിടെയും സ്ഥലമില്ല. സദസ്സിൽ എവിടെയും സ്ഥലം കാണാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞോ? പറഞ്ഞില്ല. തങ്ങൾ നൽകുന്ന ബഹുമാനം സ്നേഹമാണ് നമുക്ക് മാതൃക. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഇരിക്കാൻ തങ്ങൾ സീറ്റ് കൊടുക്കുന്നത് അത് ശറഫാക്കപ്പെട്ട തലപ്പാവാണ്. തലപ്പാവ് ഇങ്ങനെ അയച്ചുകൊണ്ട് അതങ്ങോട്ട് വിരിച്ചു കൊടുക്കുന്നു. ഇവിടെ ഇരിക്കൂ ഉമ്മാ. മുന്നിൽ ഒരുപാട് സ്വഹാബിമാരുണ്ട്, അവരെക്കാളും ബഹുമാനം ആ ഉമ്മാക്കുണ്ടെന്നതിൽ തർക്കമില്ലല്ലോ. 2 വർഷക്കാലം മുലയൂട്ടിയ മാതാവല്ലേ, പിന്നെയും സംരക്ഷണം കൊടുത്ത ഉമ്മയല്ലേ. ആ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഇരിക്കാൻ തലപ്പാവ് താഴെ വിരിച്ച് എത്ര വലിയ ബഹുമാനമുണ്ട്. അതിലിരിക്കാൻ വേണ്ടി പറഞ്ഞു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇത് ചെറിയ ബഹുമാനമല്ല, വലിയ ബഹുമാനമാണ്. സഹോദരങ്ങളെ, നമ്മളെക്കാൾ ഏറ്റവും വലിയ സ്ഥാനവും ബഹുമാനവും നമ്മളെക്കാൾ സ്ഥാനവും ബഹുമാനവും നമ്മുടെ മാതാപിതാക്കൾക്കാണ്. അതുകൊണ്ട് നമ്മൾ എത്ര ക്വാളിഫിക്കേഷൻ നേടിയാലും എത്ര എഡ്യൂക്കേറ്റഡ് ആയാലും എന്റെ ഉമ്മാക്ക് കാര്യമായിട്ട് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലല്ലോ, ഭാഷയൊന്നും അറിയില്ലല്ലോ, കന്നഡ അറിയില്ലല്ലോ, ഹിന്ദി അറിയില്ലല്ലോ, തെലുങ്ക് അറിയില്ലല്ലോ, ഒന്നും അറിയില്ല. ഉമ്മ അങ്ങനെ ഒപ്പിച്ച് സംസാരിക്കാണ്. ഉമ്മാക്ക് കാര്യമായിട്ട് ഇൽമൊന്നുമില്ല. നിന്റെ മനസ്സിൽ അങ്ങനെ തോന്നരുത്. ഉമ്മയാണെന്ന അർത്ഥത്തിലുള്ള ബഹുമാനം എത്രയായാലും കുറയൂല. നമ്മൾ എത്ര വലിയ ആളായാലും ഉമ്മാന്റെ ബഹുമാനം കുറയൂല, ബാപ്പാന്റെ ബഹുമാനം കുറയൂല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉമ്മയാക്കി തന്നതോടെ, ബാപ്പയാക്കി തന്നതോടെ ആ ബഹുമാനം നമുക്ക് നൽകി. അതുകൊണ്ട് ആ ബഹുമാനം ഒന്നും കുറയാതെ നല്ല വാക്കുകൾ സംസാരിച്ച് നല്ല സമീപനങ്ങൾ നൽകി അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. ആ ഖിദ്മത്തിന് വേണ്ടി നമ്മുടെ സമ്പത്ത് ചെലവഴിക്കാനും നമ്മുടെ ആരോഗ്യം ചെലവഴിക്കാനും നമ്മുടെ സമയം ചെലവഴിക്കാനും മടി കാണിക്കാതെ നല്ല ഇഖ്ലാസോടെ പ്രവർത്തിക്കണം. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ.